السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اهدنا وسددنا. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖോട് കൂടി നമ്മൾ ഫാമിലി ഇൻട്രാക്ഷനിൽ അടുത്ത എപ്പിസോഡ് അല്ലെ 13th സെഷനിൽ എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ ആൾക്കാർക്കൊക്കെ ഒരു ബ്രേക്ക് പോലെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് 2 എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഐഫോസിന്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ നമ്മൾ ഒക്ടോബറിൽ ചെറിയ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കാലണ്ടറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി കുറച്ച് ക്ലാസ്സസ് ഒക്കെ ഡിലേ ആയെങ്കിലും അൽഹംദുലില്ലാ ഒക്ടോബർ കാലണ്ടർ കറക്റ്റ് സമയത്ത് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സാമ്പിൾ, അതായത് നമ്മൾ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കുറേ നമ്മളെ ഗ്രൂപ്പുകളിൽ, അതായത് ഐഫോസിന്റെ ഗ്രൂപ്പുകളിലും സ്റ്റാറ്റസിലൊക്കെ ഇടാറുണ്ട്. എന്നാലും ഇത് ഐഫോസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് നമ്മളുടെ ടീൻസിൽ നിന്നുള്ള ഒരു കുട്ടി ഷെയർ വാട്ട് യു ഹാവ് ലേൺഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മെല്ലെ മെല്ലെ കുട്ടികളെ അല്ലെ ഭാവിയിൽ എന്തെങ്കിലും അവരുടെ റിഫ്ലക്ഷൻസും ദാവയും ഒക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും കൂടെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണല്ലോ. അപ്പം 12 വയസ്സായിട്ടുള്ള ഒരു മോള് ഖുർആന്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഷെയർ ചെയ്തത് ഞാനിപ്പം ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ്. Assalamu alaikum wa rahmatullahi wa barakatuhu. Today I just wanted to share the thing that really touched me from the first session of Quran and Me. Sharki Parnale, I didn't expect it to hit me this hard. But when Aisha ma'am said the Quran is not just something we read, it's something we have to apply to our lives. ശരിക്കും ലൈഫിൽ അപ്ലൈ ചെയ്യണം. എവറി ഡേ സ്ട്രഗിൾസിൽ ഖുറാന് നോക്കിയിട്ട് ആക്ഷൻസ് ചെയ്യണം. വി ഹാവ് ടു ലിവ് അപ്പോൺ ഇറ്റ്. അത് കേട്ടപ്പോൾ ഐ ഫെൽറ്റ് സംതിങ് ഷിഫ്റ്റ് ഇൻസൈഡ്. ഇറ്റ്സ് Allah directly talking to us, not just a book to keep on the shelf or read in special occasions. It's for us to apply to our everyday life. I've heard this before, but this time I really understood and it touched me. It said that Quran ഷെൽഫിന് മേലെ വെക്കാൻ സാധനമല്ല. റമദാനിൽ വെക്കാനിട്ട് റമദാനിൽ മാത്രം ഓതാനിട്ട് സാധനമല്ല. It's there for everyday struggles. In the anxiety, in the questions, എന്തായാലും everything we need it. And when she said the Quran came down 23 years, slowly with purpose, എനിക്ക് മനസ്സിലായി I don't have to rush. Even if I take 1 ayah a day, but really reflect on it, live on it, and apply it to my life, that's enough. ഒരു ഡേ വായിച്ചാൽ അത് മതി. ലൈഫിൽ അപ്ലൈ ചെയ്യാൻ മതി. അത്ര റഷായിട്ടൊന്നും ചെയ്യാണ്ട്. സംടൈംസ് ഐ തിങ്ക് ഖുറാന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ മീനിങ്ങിന് ഖുറാൻ വായിച്ചാൽ എല്ലാം മനസ്സിലാവും. ലൈഫിൽ അപ്ലൈ ചെയ്യണം. ബട്ട് നൗ ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ, because Allah sent it for me. Not just for the imams, not just for the scholars, not for the religious or pious people. It's for me. It's for all of us to apply to our everyday lives. After this session, I just felt like the Quran is waiting for me to run and open it, read it 1 ayah or 2 one day. Just reflect on it and apply it to my life. Inshallah,
I don't want to keep waiting. May Allah make this journey deep and beautiful for all of us. And may the Quran become our closest companion. Ameen. Jazakallah khair for listening. മാഷാഅല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ബാരിക് ലഹ. മുഴുവനൊക്കെ മനസ്സിലായെന്ന് അറിയില്ല, എന്നാലും മനസ്സിലായത്തോളം ഖുർആനിലെ നമ്മളെ കുട്ടികളെ അവർക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും എത്രത്തോളം ഖുർആൻ ആ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ചെറിയൊരു സാമ്പിൾ നമ്മൾ കണ്ടു. അൽഹംദുലില്ലാ. ആൻഡ് ഇതൊക്കെ ഒരു കുട്ടി പറഞ്ഞെന്ന് വെച്ചിട്ട് ആ കുട്ടി ഇപ്പം നാളെ മുത്തഖിയാണ്, ഭയങ്കര സംഭവമാണെന്നല്ല പറയുന്നത്. നമുക്കൊക്കെ ഇതേ ചെയ്യേണ്ടതുള്ളൂ. നമ്മളെ മക്കളുടെ ഉള്ളിൽ ആ ഒരു സീഡ്, ആ ഒരു ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുക. ആ ഇഷ്ടത്തിന്റെ മുകളിൽ അവരൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ദ്വാ മതി. പിന്നീട് എന്തെങ്കിലും അവർ പലതിലൂടെയും ചിലപ്പോൾ പോയി വന്ന് കറങ്ങി തിരിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാൻ ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സീഡാണ് നമുക്ക് വേണ്ടത്. അപ്പം പരമാവധി ഖുർആനെയും ഈമാനെയും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുത്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, വെറുപ്പിച്ച് കാണിച്ചു കൊടുക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു ഇഷ്ടം നമ്മളെ ജീവിതത്തിൽ നിന്നും നമ്മളെ സംസാരത്തിൽ നിന്നൊക്കെ അവർക്ക് ഉണ്ടാവട്ടെ. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ആമീൻ. അപ്പം നമ്മൾ അൽഹംദുലില്ലാ നവംബർ കാലണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം ഇൻഷാ അല്ലാ. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പേഴ്സണാലിറ്റി ടൈപ്പിനെ കുറിച്ചുള്ള അറിവുകൾ ഇപ്പം ഇവിടെ ഇപ്പം ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത് ലിസൺ ചെയ്യുന്ന എല്ലാവരും ആ ഒരു 4 ക്ലാസ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പേഴ്സണാലിറ്റി ടൈപ്പിനെ കുറിച്ചുള്ള അറിവ് നമ്മളുടെയൊക്കെ ജീവിതത്തിനെ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സൈഡിൽ നിന്നും അല്ലെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുക, നമ്മൾ ചുറ്റുപാടുമുള്ളവരെ കൂടുതൽ മനസ്സിലാക്കുക. അതുവഴി അള്ളാഹു സുബ്ഹാനഹു തആലയോട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി അല്ലെ? സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളെ മുന്നേ ഒരുപാട് പ്രയാസപ്പെടുത്തിയിരുന്ന, ഭയങ്കര നമുക്ക് വീട്ടിനകത്ത് പോലും ഭയങ്കര ഇടങ്ങേറുണ്ടാക്കിയിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് അല്ലെ? അവരെന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ആ ഒരു പേഴ്സണാലിറ്റി ടൈപ്പിനെ കുറിച്ചുള്ള അറിവ് ഞാൻ വീണ്ടും പറയാണ്, അത് ഒരു സൈക്കോളജി അറിവ് എന്നുള്ളതിന്റെ രീതിയിലല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. പകരം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ക്രിയേഷനിലുള്ള, സൃഷ്ടിപ്പിലുള്ള വൈവിധ്യമാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലെ? നമ്മളത് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഈ വൈവിധ്യം എന്ന് പറയുന്നത് നമുക്കൊരു 3-4 ടൈപ്പ് കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല, അത് വെറും സാമ്പിൾ മാത്രമാണ്. അപ്പൊ അത് മനസ്സിലാകുമ്പോൾ അതുപോലെ ആയിരക്കണക്കിന് ക്യാരക്ടേഴ്സ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല ആയിരക്കണക്കിന് സ്വഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡുകൾ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അല്ലെ, അത് പലരുടെയും നേച്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അതുവഴി ആ ഒരു അറിവ് വഴി നമ്മുടെ ബന്ധങ്ങൾ, ഫാമിലി, കുടുംബ ബന്ധങ്ങൾ, ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധങ്ങൾ, ഈവൻ നമ്മളുമായിട്ടുള്ള ബന്ധത്തെ പോലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ഹെൽപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അതൊക്കെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ടുള്ള ബന്ധവും കൂടുതൽ സ്ട്രോങ് ആവും. എങ്ങനെയാ സ്ട്രോങ് ആവുക? ഞാൻ പറഞ്ഞു, നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? പല ബന്ധങ്ങൾ, ഇപ്പൊ നമ്മളെ വീട്ടിനകത്ത് തന്നെയുള്ള പലരുമായിട്ടുള്ള റാപ്പോ, ഡെയിലി വരുന്ന സംസാരങ്ങൾ, ഡെയിലി വരുന്ന പ്രശ്നങ്ങൾ, അത് നമ്മളുടെ ഉള്ളിനകത്തിലെ ഹൃദയത്തിനകത്ത് എവിടെയോ ഒരു കെട്ട് പോലെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അള്ളാഹിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, ഖുർആനിലേക്ക് ചെല്ലുമ്പോൾ, നമസ്കാരത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹിന്റെ അടുത്ത് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല അല്ലെ? ഫ്രീ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടി നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇതാ ഓടി വരും, നമ്മളെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പലരുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അത് ഹാൻഡിൽഡ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു പ്രശ്നത്തിനുള്ള കാരണം ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, യെസ്, ഈ ഒരു അറിവോട് കൂടി നമുക്ക് മെല്ലെ മെല്ലെ അതിനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ആ ഒരു ബാരിയർ അല്ലെ, അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്ന ആ ഒരു തടസ്സം മെല്ലെ മെല്ലെ ഇല്ലാണ്ടാവും. അങ്ങനെ നമ്മളും അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള ബന്ധവും കൂടുതൽ മെച്ചപ്പെടും. നമുക്ക് ഈ ഒരു അറിവ്, പേഴ്സണാലിറ്റി ടൈപ്പിനെ കുറിച്ചുള്ള ഒരു മിനിമം അറിവ് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. വേറൊരു പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്പ് അറിയുന്നതിലൂടെ നമുക്ക് വരേണ്ട ഒരു കാര്യം ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണാലിറ്റി ടൈപ്പ് അറിയുമ്പോൾ അതൊരിക്കലും നമ്മൾ ഓക്കെ ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ അവർ ഇന്നതാണ് എന്ന് ലേബൽ ചെയ്യാനുള്ളതല്ല. ഓക്കെ ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്, അപ്പം ഞാൻ അങ്ങനെ ആയിരിക്കും അല്ലെ? ഞാൻ പറഞ്ഞ അതൊരു എക്സ്ക്യൂസ് ആക്കി എടുക്കാനുള്ളതല്ല. കാരണം ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ്, ഓക്കെ ഞാൻ ഇന്ന പേഴ്സണാലിറ്റി ടൈപ്പ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ്, ഒരു കുറ്റബോധം ഉണ്ടാവും അല്ലെ? ഇങ്ങനെ അവർ
അവരൊക്കെ അങ്ങനെയാണല്ലോ, ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ എന്താ മാറാത്തെ അല്ലെ, ആ ഒരു ചിന്തയും ആ കുറ്റബോധങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ നമ്മളെക്കുറിച്ചും ഇനി വേറെ ചിലരെ കുറിച്ചും ഇവരെന്താ ഇങ്ങനെ അല്ലെ, ഞാൻ ഇങ്ങനെ ആക്കിയിട്ടും ഇവരെന്താ അങ്ങനെ എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. ഒരു പക്ഷെ ഇത് അറിയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ച ടൈപ്പ് ജഡ്ജിങ് ആൻഡ് പെർസീവിങ് അല്ലെ. ജഡ്ജിങ് ആൾക്കാർ കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് നല്ല കറക്റ്റ് ആയിട്ട് അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ പെർസീവിങ് ആയിട്ടുള്ള ആൾക്കാർ അവര് പെട്ടെന്നല്ലേ കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കി അപ്പം അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരുടെ വീട്ടിനകത്തും ഈ രണ്ട് ടൈപ്പും ഉണ്ടാവും. അപ്പം ഒരുപക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച് പക്ഷേ ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത, ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്കറിയാം അതെന്താണ്, നേച്ചറാണ്, ഓരോരുത്തരുടെയും നേച്ചറിന്റെ ഭാഗമാണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിപ്പിലുള്ള വൈവിധ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ട് സൈൻ ചെയ്യുന്നത് പോലെയാണ് ആ കാര്യം അല്ലെ. ഓരോരുത്തർക്കും ഈസി ആയിട്ടുള്ള ഒരു സൈഡാണ് അത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, നമ്മളുടേതാണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. എന്ത്, ഈ ഒരു നേച്ചർ എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് കോൺസ്റ്റന്റ് അല്ല അല്ലെ, അത് മാറ്റം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിനും നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇടത് കൈ കൊണ്ട് സൈൻ ചെയ്യുമ്പോൾ അത് ചെയ്യാം, കുറച്ച് എഫേർട്ട് ഒക്കെ ഇട്ട് അല്ലെ, ആവശ്യം വരുമ്പോൾ നമുക്ക് എഫേർട്ട് ഇട്ട് അത് മാറ്റിയെടുക്കാം. അപ്പം അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ടൈപ്സ് മാറ്റം വരുത്തേണ്ട സിറ്റുവേഷനിൽ മാറ്റം വരുത്താൻ പറ്റും അല്ലെ. അതും നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ആ ഒന്ന് അതിൽ നിന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കേണ്ട ഒരു ലെസൺ ആണ്. കാരണം നമ്മൾ ഹിക്മ എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഖുർആനിൽ പലതവണ വന്നിട്ടുണ്ട്. ഹിക്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ കാര്യത്തിനെയും അതിൻ്റെതായ പ്ലേസിൽ അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ വെക്കലാണ് ഹിക്മ എന്ന് പറയുന്നത്. നമ്മളൊരു പ്ലേറ്റിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞ് ഏതൊരു ആയത്തിനകത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഹിക്മക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ സമയത്ത്. അപ്പം എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു പൊസിഷൻ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എടുക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പം ഞാനൊരു ഇൻട്രോവേർട്ട് ആണ് അല്ലെങ്കിൽ ഞാനൊരു എക്സ്ട്രോവേർട്ട് ആണ് എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഞാൻ ആവുള്ളൂ എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇസ്ലാമിൽ ഇല്ല. കാരണം ഇസ്ലാമിക് ഹിക്മ പ്രകാരം നമ്മൾ ഇൻട്രോവേർട്ട് ആയിരിക്കേണ്ട അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കേണ്ട, നമ്മൾ കയറി സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ, നമ്മൾ കയറി ഇടപെടേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. നീതി ഉറപ്പാക്കേണ്ട സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കയറി നീതി ഉറപ്പാക്കേണ്ടി വരും. ദാവ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ദാവ ചെയ്യേണ്ടി വരും അല്ലെ. അല്ലെങ്കിൽ ഒരു പുതിയ മുസ്ലിമിനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ നമ്മൾ കാണുമ്പോൾ അല്ലെ, നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ സലാമിന്റെ ഉദാഹരണമൊക്കെ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സലാം വ്യാപിപ്പിക്കുന്നത്. അതൊക്കെ ഇസ്ലാമിക ശരീഅത്തിന്റെ അല്ലെങ്കിൽ നമ്മളെ ദീനിന്റെ ആ ഒരു നേച്ചറിന്റെ ഭാഗമാണ് അല്ലെ. അപ്പം ഹിക്മ പ്രകാരം നമ്മൾ ഇൻട്രോവേർട്ട് ആണെങ്കിലും ചില സമയത്ത് നമ്മൾ എക്സ്ട്രോവേർട്ട് ആവേണ്ട, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എക്സ്ട്രോവേർട്ട് ആവേണ്ട സിറ്റുവേഷൻസ് വരും. അതേപോലെ തിരിച്ചും അല്ലെ, നമ്മൾ മിണ്ടാതിരിക്കേണ്ട, റിസർവ്ഡ് ആയിരിക്കേണ്ട, സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് ഹിക്മക്ക് അനുസരിച്ച് വരും. അപ്പം നമ്മളെ പേഴ്സണാലിറ്റി ടൈപ്പ് ഇന്നതാണെന്ന് മനസ്സിലായത് കൊണ്ട് ഓക്കെ ഞാൻ ഇന്നത് മാത്രമേ ആവുള്ളൂ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റൂല. നമ്മൾ ആ ഒരു സ്പെക്ട്രത്തിൽ നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ കുറെ ആൾക്കാരെങ്കിലും ആ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ സ്പെക്ട്രം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഇത്ര പെർസെന്റേജ് ഇൻട്രോവേർട്ട്, ഇത്ര പെർസെന്റേജ് എക്സ്ട്രോവേർട്ട്, ഇത്ര പെർസെന്റേജ് ജഡ്ജിങ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു സ്പെക്ട്രത്തിൽ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് മെല്ലെ മെല്ലെ ആവശ്യത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും, സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കാരണം ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തിന്റെ ആൾക്കാരാണ്, ആക്ഷൻ പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെ, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ പ്രവർത്തിക്കുന്ന മാറ്റം വരുത്തുന്ന ആൾക്കാരാണ്. സൂറത്ത് അൻകബൂത്തിൽ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്റെ മാർഗത്തിൽ വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, ആര് എന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നു അല്ലെ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ട് അവരെ നഫ്സിനോടും ഏതൊക്കെ രീതിയിൽ ജിഹാദ് ചെയ്യുന്നോ ലനഹ്ദിയന്നഹും സുബുലന, അവരെ ഞാൻ എന്റെ വഴികളിലേക്ക് നയിക്കും. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ. അപ്പൊ നമ്മൾ ഓക്കെ ഞാൻ ഈ സംഭവത്തിൽ ഇങ്ങനെ ആയാൽ പോരാ, അങ്ങനെ ആവണം എന്നുള്ള, മാറണം എന്നുള്ള നമ്മൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ വഴിയിലേക്ക് ഹിദായത്ത് തരും. അതേപോലെ സൂറത്തുൻ നജ്മിൽ 39-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ വ്യക്തിക്കും അവൻ എന്തിനു വേണ്ടിയാണോ അധ്വാനിക്കുന്നത് അതാണ് അവനുള്ളത് അല്ലെ. പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അവൻ എന്താ കൊടുക്കുക, അവൻ എന്തിനു വേണ്ടിയാണോ ശ്രമിച്ചത് അല്ലെ. അപ്പം നമ്മൾ എന്തിനു വേണ്ടി ആയിരിക്കണം ശ്രമിക്കുന്നത്, ഖുർആനികമായിട്ടുള്ള
ചേഞ്ചിന്, ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ജീവിതത്തിന്, ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പോലെ സ്വഭാവത്തിന്, ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്താക്കിയിട്ടുള്ളത്, പേഴ്സണാലിറ്റി ടൈപ്പ് പഠിച്ചിട്ടുള്ളത് അല്ലേ. പലപ്പോഴും ഓക്കെ ഞാൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്, അതുപോലെ എന്റെ ചുറ്റുപാടുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. എന്നാൽ നമ്മൾ എന്തിന്റെ ആൾക്കാരാണ്, നമ്മൾ ഇഹ്സാൻ ചെയ്യുന്ന അല്ലെ, ജിഹാദ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സ്വന്തം നഫ്സിനോട് പോലും ജിഹാദ് ചെയ്തിട്ട് നമ്മൾ മാറേണ്ടടുത്ത് മാറണം. നമ്മൾ എന്തിനു വേണ്ടിയാണോ ശ്രമിക്കുന്നത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ആപ്പിളിന്റെ വിത്ത് മണ്ണിൽ നട്ടിട്ട് മാങ്ങ പ്രതീക്ഷിക്കുന്ന ആളുകൾ, ഓക്കെ, ആപ്പിളിന്റെ വിത്ത് മണ്ണിൽ നട്ട് ആപ്പിളിന്റെ മരത്തിൽ നിന്ന് മാങ്ങ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ എന്തൊരു വിഡ്ഢികളാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ് വേറൊരു കൂട്ടം ആളുകളെ കുറിച്ച്, ജഹന്നത്തിന് വേണ്ടി, അത് നരകത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അള്ളാഹു സ്വർഗം തരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ എത്ര വിഡ്ഢികളാണ്. രണ്ടും സെയിം ആണ് അല്ലെ, ഒരു സിമിലി പറഞ്ഞതാണ് അദ്ദേഹം, ഉപമിച്ച് പറഞ്ഞതാണ്. നമ്മളൊക്കെയും ആപ്പിളിന് വിത്ത് നട്ടിട്ട് അതിൽ നിന്ന് മാങ്ങ ഉണ്ടാവും ആ മരത്തിൽ നിന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തൊരു വിഡ്ഢികളാണ്. അതേപോലെ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ച് നരകത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ എന്തൊരു വിഡ്ഢികളാണ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. സ്വർഗത്തിന് വേണ്ടിയിട്ടാണോ അല്ലെ? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഫാമിലി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് തന്നിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തികളും അല്ലെ, നമ്മളുടെ ഉമ്മ വാപ്പ മുതൽ സഹോദരങ്ങൾ മുതൽ ഭർത്താവിന്റെ വീട്ടുകാരും ഉമ്മയുടെ വീട്ടുകാരും ഒക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമ്മളെ തെരഞ്ഞെടുത്ത് തന്നിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ജന്ന റെഡിയാക്കാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിലേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അല്ലെ, നമ്മളെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ പാകമായ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അതിനൊക്കെ വേണ്ടി ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഇതെല്ലാം അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇത് ഓരോന്നും മനസ്സിലാക്കി, അവരങ്ങനെയാന്ന് പറഞ്ഞല്ലേ, ഇവരിങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവുന്നില്ല എന്ന് പരാതി പറഞ്ഞിരിക്കണോ, അതോ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ജന്ന റെഡി ആവാൻ വേണ്ടി ഞാൻ എന്ത് മാറ്റം വരുത്തണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മൾ ആപ്പിളിന്റെ വിത്ത് വിതച്ചിട്ട് മാങ്ങ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എല്ലാവരും അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സ്വയം മാറ്റം വരുത്താതെ എന്നാ എനിക്ക് സ്വർഗം കിട്ടുമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മൾ പ്രവൃത്തിയുടെ മാറ്റത്തിന്റെ അല്ലെ ആൾക്കാരായിരിക്കണം, നമ്മൾ സ്വയം ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഓരോ നിമിഷവും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കണം, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റുന്നത്, എവിടെയാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, എന്റെ ശരികൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് പലപ്പോഴും സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം ഞാൻ അത് ശരിയാക്കി, ഞാൻ ഇത് ശരിയാക്കി, ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാന്ന് പറയാൻ, അതിനേക്കാളും എനിക്ക് എവിടെയാ തിരുത്താനുള്ളത്. കാരണം തിരുത്താൻ നമുക്ക് കുറച്ച് സമയമേ ബാക്കിയുള്ളൂ അല്ലെ, ഇത്ര സമയം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എങ്ങോട്ടാ ഞാൻ പോണത്, ഞാൻ റൈറ്റ് ട്രാക്കിലാണോ? ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൽ ഒരിക്കലും നമ്മളെ സ്വയം കുറ്റപ്പെടുത്താനുള്ളതല്ല, പകരം നമ്മളെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന ആ ഒരു വഴിയിൽ നമ്മളുടെ മോഡലുകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക വഴി നമ്മൾ മറ്റുള്ളവരെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുകയാണ് അല്ലെ. അതിലൂടെ നമ്മൾ ക്ഷമ കാണിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ റീക്യാപ്പ് അവിടെ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് കോൺഫ്ലിക്ട്സ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എക്സാക്ട് വാക്കർത്ഥം നമ്മൾ നോക്കുമ്പോൾ സംഘർഷം എന്ന് പറയാം. സത്യം പറയുകയാണെങ്കിൽ ഇത് മിക്കവാറും വീടുകളിലും ഒരു സംഘർഷ നിലയിലാണ് പോണത് അല്ലെ. ഒരു കോൾഡ് വാർ എല്ലാ വീടുകളിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. തർക്കം അല്ലെ, അല്ലെങ്കിൽ പുറത്തേക്ക് പ്രത്യക്ഷമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു തർക്കം, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നിപ്പുകൾ, എന്നിട്ട് അതിന്റെ കൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തുപോകലാണ് എല്ലാ ജീവിതങ്ങളും ഓൾമോസ്റ്റ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമ്മളൊരു ഫാമിലി കോണ്ടെക്സ്റ്റ്, ഫാമിലി ഇന്ററാക്ഷൻ വരുമ്പം സുബ്ഹാനല്ലാഹ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ വെറൈറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചു അല്ലെ. എല്ലാ കാര്യത്തിലും വെറൈറ്റിയാണ്. നമ്മൾ ഫേസിന്റെ ഫീച്ചേഴ്സ് മുതൽ തുടങ്ങിയതാണ് അല്ലെ. ഒരൊറ്റ ആളുടെ ഫേസിൽ എത്ര വ്യത്യസ്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സ്കിന്നിന്റെ ടോണും കണ്ണും മൂക്കും അതിന്റെ ഷേപ്പും ഒക്കെ വെച്ചിട്ട് കോടാനുകോടി ഡിഫറെന്റ് വെറൈറ്റി ഫേസസ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മുടെ പേഴ്സണാലിറ്റികളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ അഭിപ്രായങ്ങളിൽ, നമ്മുടെ എക്സ്പീരിയൻസിൽ എല്ലാത്തിലും നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സംഭവം മസ്റ്റാണ്. ഓക്കെ, ഈ ഒരു ഭിന്നത, ഓക്കെ, ആ ഒരു എല്ലാവരും ഒരേപോലെ ഉള്ള അഭിപ്രായമില്ലായ്മ, അത് കാരണം വരുന്ന തർക്കങ്ങൾ നമ്മളുടെയൊക്കെ
സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ എവിടെയാണോ, അത് നമ്മൾ കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നാച്ചുറൽ പാർട്ടാണ്. ഓക്കെ, അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാണ് എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ, നമ്മളങ്ങനെ കട്ടയ്ക്ക് ഒന്നിച്ച് ഭയങ്കര സെറ്റായിട്ടാണ് പോണത്, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് മാഷാഅല്ലാഹ് എല്ലാവരും നല്ല അടിപൊളി, ഒരു അഭിപ്രായ വ്യത്യാസം പോലും അവിടെ ഇല്ല, അല്ലെങ്കിൽ സ്കൂളിൽ അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ എന്തോ ഒന്ന് അൺനാച്ചുറൽ ആയിട്ടുണ്ട്, നാച്ചുറൽ അല്ലാതെ. ഓക്കെ, ഒന്നെങ്കിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഉണ്ടാവില്ല, അത് ശരിക്കും ഒരു വിവരമില്ലായ്മയുടെ ലക്ഷണമാണ് അല്ലെ, അല്ലെങ്കിൽ ചിന്തിക്കാത്തതിന്റെ ലക്ഷണമാണ്. ആർക്കും പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല എന്നാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവില്ലല്ലോ. അതല്ലെങ്കിൽ കുറെ ആളുകൾ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിന് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് കീഴൊതുങ്ങുന്നുണ്ടാവും. അത് രണ്ടും അപകടമാണ്. അത് രണ്ടും ഫ്രൂട്ട്ഫുൾനെസ് അല്ലെങ്കിൽ ഒരാളുടെ ശരിക്കുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിനെ തടയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആരെങ്കിലും പറയാണ് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അവർക്ക് പുരോഗതി ഇല്ല, അവർക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ല, അവർ ശരിക്കും എത്തേണ്ടടുത്ത് എത്തുകയില്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, കാരണം നമുക്കറിയാം ആളുകൾ അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ, ഡിഫറെന്റ് ഐഡിയാസിൽ, ഡിഫറെന്റ് ആവശ്യങ്ങൾ. കാരണം ആവശ്യങ്ങൾ പോലും ഒരാളുടെ ആവശ്യമില്ല വേറൊരാളുടെ ആവശ്യം, അപ്പൊ തന്നെ അവിടെ ഒരു ഡിഫറൻസ് വരികയാണ് അല്ലെ. ഓരോരുത്തരുടെ ചിന്താഗതി പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് ഡിഫറെന്റ് ആണ്. എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഡിസഗ്രിമെന്റ്സ് എന്തായാലും വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്ട് ഇറ്റ്സെൽഫ് ഇസ് നോട്ട് ഓൾവേസ് നെഗറ്റീവ്. അതെപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു റീസൺ ആണ്. ഓക്കെ, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വഴിയൊരുക്കും, കൂടുതൽ നല്ല സൊല്യൂഷൻസിലേക്ക് വഴിയൊരുക്കും, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങളിലേക്ക് വഴിയൊരുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു കാരുണ്യമാണ് എന്ത്, ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയല് അല്ല അവിടുത്തെ സ്പെഷ്യാലിറ്റി. അള്ളാഹ് തന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ കോൺഫ്ലിക്റ്റ്. പക്ഷേ അതെന്താണ്, അതേപോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റാണ് എന്ത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് ഭൂമിയിൽ തന്നെ സുബ്ഹാനല്ലാഹ് ഉണ്ടാവും. കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, കൂടുതൽ നല്ല സൊല്യൂഷൻസ്, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങൾ. ഈ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്കില്ലാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതിനെ റെസ്പെക്ട്ഫുൾ ബഹുമാനത്തോടു കൂടി അതിനെ ഹാൻഡിൽ ചെയ്യാനും ഇഫക്റ്റീവായിട്ട് അതുകൊണ്ട് കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാന്നൊക്കെ പറയുന്നത് അതൊരു സ്പെഷ്യൽ സ്കില്ല് തന്നെയാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഒരു പക്ഷേ വീടുകളിലൊക്കെ നടക്കുന്ന ഒരു കാര്യം. ഇപ്പം രണ്ട് സഹോദരങ്ങൾ, അവരെന്നും രാവിലെ സ്കൂളിൽ പോകാൻ നേരം അടിയാണ്. എന്തിനാ അടി? ബാത്റൂം ഉപയോഗിക്കാൻ. ഒരു ബാത്റൂമേ ഉള്ളൂ നോക്കാം, രണ്ടുപേരും ഒരു റൂമിലാണ്, ഒരു ബാത്റൂമേ ഉള്ളൂ. ദിവസം അടിയാണ്. രണ്ടാളും സ്കൂളിലേക്ക് ലേറ്റ് ആയിട്ടേ പോവുള്ളൂ. ഒരു ദിവസം പാരന്റ്സ് കയറി ഇടപെട്ട് എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളൊന്ന് സമാധാനമായിട്ട് സംസാരിക്കുക, എന്താ നിങ്ങളെ പ്രശ്നം. അപ്പം മൂത്ത ആള് പറയും എനിക്ക് കൂടുതൽ സമയം. അപ്പം അവർക്ക് പ്രശ്നം മനസ്സിലാവും, മൂത്ത ആൾക്ക് കൂടുതൽ സമയം വേണം റെഡി ആവാൻ, ഇളയ ആൾക്ക് വേഗം എണീറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കണം. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കിയപ്പം അവർ രണ്ടുപേരും കൂടെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കും. ഇളയ ആള് വീക്ക് ഡേയ്സിൽ ആദ്യം ബാത്റൂം ഉപയോഗിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, വേഗം എണീറ്റ് കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് റെഡിയാവും. മൂത്ത ആള് വീക്കെൻഡ്സിൽ ആദ്യം ബാത്റൂം ഉപയോഗിക്കും. ഇഷ്ടംപോലെ സമയം എടുത്തോട്ടെ, കുഴപ്പമില്ല. ഇവിടെ എന്താ സംഭവിച്ചത്, ഇവരെ രണ്ടുപേരുടെയും ആവശ്യം വ്യത്യാസമാണ്, രണ്ടുപേരുടെയും നേച്ചർ വ്യത്യാസമാണ്. അത് ഇത്രയും നാൾ അവർ തല്ലുണ്ടാക്കിക്കൊണ്ടിരുന്നാണ്. പക്ഷെ അത് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടപ്പം അവർക്കൊരു സൊല്യൂഷൻ കിട്ടി അല്ലെ, രണ്ടുപേരും എഗ്രി ചെയ്യുന്ന ഒരു സൊല്യൂഷൻ കിട്ടി. അപ്പം ഇനി മുതൽ ഡെയിലി അവർ തമ്മിൽ ഫൈറ്റ് ഇല്ല, രണ്ടുപേരുടെയും ഷെഡ്യൂളിന് രണ്ടുപേരും മാനിച്ചു, അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ നന്നായി. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളൊരു ശരിയായ ഭംഗിയായ രീതിയിൽ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്
കൂടുതൽ നല്ല സൊല്യൂഷൻസ് ഉണ്ടാക്കും. ശരിക്കും ഇവിടെ ഇവർ ഡെയിലി തല്ലുണ്ടാക്കിയിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം അവർ തമ്മിലുള്ള ബന്ധവും അവരുടെ ഓരോ ദിവസവും എങ്ങനെയാ കടന്നു പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ബാത്റൂമിൽ പോകുന്ന കാര്യമാണ്, പക്ഷെ അവരുടെ ആ ദിവസത്തിന് മുഴുവനും അത് ബാധിക്കും അല്ലെ? സുബ്ഹാനല്ലാ. എന്നാൽ ഇവരിത് പറഞ്ഞു തീർത്തിട്ട് അതിന് ശേഷമുള്ള ദിവസം അവർക്ക് തന്നെയും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? അത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ആ കോൺഫ്ലിക്റ്റിനെ അവിടെ സംസാരിച്ച് സൊല്യൂഷൻ കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പം കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കാമായിട്ട് സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? നമുക്ക് ശരിക്കും ലിസൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മുമ്പേ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ലിസണിങ്ങും വെറുതെ ഹിയറിങ്ങും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് അല്ലെ? സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനവും ഉണ്ടാകും. അപ്പം കോൺഫ്ലിക്ട് മാനേജ്മെന്റ് നമ്മൾ പഠിക്കാൻ പോകണം. അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങളുള്ളത്? നമ്മൾ ഓരോരുത്തരുടെയും ഐഡിയാസ് ഉണ്ടല്ലേ, ഓരോരുത്തരുടെയും ചിന്തകൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് മാന്യമായ രീതിയിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് അറിയിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞ വീടുകളിൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല എന്ന് പറയുന്ന വീട്ടിൽ ഓരോരുത്തരുടെയും ഉള്ളിലെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, പക്ഷെ പുറത്ത് അറിയിച്ചിട്ടുണ്ടാവില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. അതേപോലെ നമുക്ക് മറ്റൊരു ഗുണമാണ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് പഠിക്കുന്നത്. മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചില കാര്യങ്ങളിലെങ്കിലും നമ്മുടെ വ്യൂ പോയിന്റ് ആവില്ല ശരി, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആവില്ല ശരി, നമ്മളെക്കാൾ ചിലപ്പോൾ ഭംഗിയുള്ളത്, ഈവൻ ചിലപ്പോൾ നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പോലും പലപ്പോഴും നമ്മളെ മക്കൾക്ക് നല്ല സൊല്യൂഷൻ നമുക്ക് തരാൻ പറ്റാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അതുപോലെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ്സിനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി നമുക്കൊരു ഡിസഗ്രിമെന്റ്, വീട്ടിലൊരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇമോഷൻസ് ആണ് അവിടെ മുമ്പിൽ ഫ്രണ്ട് സ്റ്റേജിൽ പ്ലേ ചെയ്യുക അല്ലെ? ഭയങ്കര ഇമോഷൻസിന്റെ പേരിലാണ് അത് പലപ്പോഴും അടിയിലും തല്ലിലും ഒക്കെ കലാശിക്കാറ്. അപ്പൊ നമുക്ക് ശരിയായ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് അതിന്റെ ടിപ്സും ട്രിക്സും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ടാവും, ഓക്കെ, പക്ഷെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനും പറ്റും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ രണ്ടുപേരും നമ്മൾ ബാത്റൂമിൽ പോകുന്ന ഒരു ഇഷ്യൂ, അത് അവിടെ കോൺഫ്ലിക്ട് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി മാനേജ് ചെയ്യാത്ത ഒരു ഉദാഹരണം പറയാം. ഓക്കെ, ഒരുപക്ഷെ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള എക്സ്പെൻസിന്റെ പേരിലുള്ള തർക്കങ്ങൾ മിക്ക വീടുകളിലും അല്ലെ? രണ്ടുപേരും ഡെഫിനറ്റ്ലി ഡിഫറെന്റ് നേച്ചർ ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. വൈഫിന് നല്ല കറക്റ്റ് ആയിട്ട് ബഡ്ജറ്റ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ, കുറച്ച് സേവ് ചെയ്ത് ഭാവിയിലേക്ക് ഇന്ന കാര്യത്തിന് ഇത്ര മാറ്റി വെച്ച്. പക്ഷെ ഹസ്ബൻഡിന് ഫ്രീ ആയിട്ട് ജീവിക്കണം, എന്താണോ ഇഷ്ടം, എന്താണോ വേണ്ടത്, കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് അങ്ങോട്ട് വാങ്ങിക്കൊടുക്കണം. എപ്പോ ഈ സംസാരം വരുമ്പോഴും ഹസ്ബൻഡിന് ഇറിറ്റേഷൻ വരും, എന്നിട്ട് തല്ലും പിടിയായിട്ട് ആ ഡിസ്കഷൻ അവിടെ അവസാനിക്കും. ഭാര്യ എന്ത് ചെയ്യും? ഇനി ഇങ്ങനെ ഒരു തർക്കം വേണ്ട എന്ന് വിചാരിച്ചിട്ട്, കുടുംബത്തിലെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. എന്നിട്ട് മൂപ്പർ അങ്ങോട്ട് എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വെക്കും. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഡിസഗ്രിമെന്റ്, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം സോൾവ് ആയിട്ടില്ല. ഒരാള് രണ്ടുപേരിൽ ഒരാൾ അയാളുടെ ആവശ്യങ്ങളെ സപ്രസ് ചെയ്തു, എന്തെങ്കിലും ആവട്ടെ അല്ലെ, തർക്കം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ സപ്രസ് ചെയ്തു. ഇഷ്യൂ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലെ? അപ്പം ഇതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായത്? തൽക്കാലത്തേക്കുള്ള സമാധാനം. പക്ഷെ ഈ പ്രശ്നം വീണ്ടും 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 തലപൊക്കും. എന്തുകൊണ്ടാണ് തലപൊക്കുന്നത്? നമുക്ക് മനസ്സിലാവും. പിന്നെ പോകെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഇവിടെ വൈഫിന് എന്താ തോന്നുക? ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല അല്ലെ, എന്റെ അഭിപ്രായത്തിന് ഇവിടെ ഒരു വാല്യൂ ഇല്ല, ഭയങ്കര നെഗറ്റീവ് ഫീലിംഗ് അല്ലെ, എനിക്കൊരു വാല്യൂ ഇല്ല ഫീലിംഗ് വരുമ്പോൾ അത് അവരുടെ എല്ലാ കാര്യത്തെയും അത് ബാധിക്കും. നാച്ചുറൽ അല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും അല്ലെ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതുപോലെ സംസാരവും തർക്കവും വരുമ്പോൾ അതിനെ അടിച്ചമർത്തി നമ്മളെ കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഓക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരാണോ സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് അൺഹേർഡ്, ഓക്കെ, എനിക്കൊരു വാല്യൂ ഇല്ല ഫീലിംഗ് വരും അല്ലെ? അവര് നാച്ചുറലി സ്ട്രെസ്ഡ് ആയിരിക്കും. അവരെ പല പ്രശ്നങ്ങളിലും അത് ബാധിക്കാൻ തുടങ്ങും. പിന്നെ വീണ്ടും വീണ്ടും ഈ കാര്യത്തിൽ ആർഗ്യുമെന്റ് എന്തായാലും നിലനിൽക്കും. കാരണം പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്ലസ് ആ ഫിനാൻഷ്യൽ പ്രോബ്ലം കൂടുതൽ വേഴ്സ് ആവുകയും ചെയ്യും. അത് സംസാരിച്ച് റിസോൾവ് ചെയ്യാത്ത ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പം കോൺഫ്ലിക്ട്സിനെ ഈ കോൺഫ്ലിക്ട് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ അല്ലെ? തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സംഘർഷം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺഫ്ലിക്ട്സിനെ ശരിയായ രീതിയിൽ ബുദ്ധിപൂർവ്വം അതിന്റെ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് അവിടെ ബന്ധങ്ങളെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുകയാണ്, വിശ്വാസത്തിന് കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്, ശരിയായ ഹാർമണി, ശരിയായ സമാധാനം അവിടെ കൊണ്ടുവരാണ്. അത് എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും, സ്കൂളിലാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, കോളേജിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ആണെങ്കിലും. സുബ്ഹാനല്ലാഹ്.
ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി വെക്കാൻ പോണ കാര്യം കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പം എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ പോലെ എവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും നമുക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്, നമ്മൾ അതിലൂടെ കടന്നു പോകുന്നുമുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആരൊക്കെ എന്താണ് ഇത് രാവ് പകലാക്കാൻ ശ്രമിച്ചാലും, പകല് രാവാക്കാൻ ശ്രമിച്ചാലും, എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഇല്ല എന്ന് പറയാൻ ശ്രമിച്ചാലും, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാൻ ശ്രമിച്ചാലും, ഏത് രണ്ട് വ്യക്തികളാണെങ്കിലും അവരുടെ നേച്ചറും അവരുടെ എല്ലാ കാര്യങ്ങളും, എക്സ്പീരിയൻസും ആവശ്യങ്ങളും ഒക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ കോൺഫ്ലിക്ട്സ് ഇൻഎവിറ്റബിൾ ആണ്, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. പക്ഷെ ചില സിറ്റുവേഷനിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പോലും അത് കോൺഫ്ലിക്റ്റ് ആവാതെ ഇരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതെന്തുകൊണ്ടാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. കോൺഫ്ലിക്ട്സിനെ നമുക്ക് ജനറലി ഒഴിവാക്കാൻ പറ്റില്ല, കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ട്. ഇമോഷൻസ് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. വിഷമം, ദേഷ്യം എന്നൊന്നും പറയുന്നത് അത് ദേഷ്യമുള്ള ആൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണെന്നല്ല. അതിൻ്റെതായ രീതിയിൽ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടും കാര്യമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമോഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഡിസഗ്രിമെന്റ്സ് ഉണ്ട്, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് തോട്ട്സ് ഉണ്ട്. പല പല ചിന്തകളാണ്, പല എക്സ്പീരിയൻസ് ആണ്, പല തത്വങ്ങളുടെ മേലാണ് നമ്മൾ പലരും വർക്ക് ചെയ്യുന്നത് അല്ലെ? നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത നമ്മളുടേതായ ഫിലോസഫികൾ കുറെ ഉണ്ടാവും അല്ലെ? മറ്റുള്ളവർ പറഞ്ഞ, മഹാന്മാർ പറഞ്ഞ കോട്സും ഖുർആനും ഹദീസും ഒന്നും അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച പല ഫിലോസഫികളും. പലപ്പോഴും നമ്മളെ ഫിലോസഫി ചിലപ്പം നമ്മളെ വീട്ടിലുള്ളവർക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവാറുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ചിന്തകള്, ഫിലോസഫീസ്, ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ പോലും നമ്മൾ ഡിഫറെന്റ് ആണ്. അതേപോലെ ഓരോ കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഡിഫറെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ള നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലെ, ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മൾ കോൺഫ്ലിക്ട്സിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്. വേറൊരാൾ ഒന്ന് പറയും, ഞാൻ വേറൊന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് കോൺഫ്ലിക്റ്റ് ആവും. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാത്ത കോൺഫ്ലിക്ട്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് എവിടെയാ അവസാനിക്കുക? വെറുപ്പ് അല്ലെ, വിദ്വേഷം, അസൂയ, പലതരത്തിലുള്ള ആത്മീയമായിട്ടുള്ള, ഞാൻ പറഞ്ഞു, നമ്മളെ നമസ്കാരങ്ങളെയും എല്ലാത്തിനെയും, നമ്മളെ ഇബാദത്തുകളൊക്കെ അത് ബാധിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വീടിന്റെ പുറത്ത് അവര് നല്ല ബന്ധങ്ങൾ കണ്ടെത്തുന്നത്. പലരും അല്ലെ, നമ്മളെ മക്കൾക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ് വീടിന്റെ പുറത്താണ്. ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും വീട്ടിലുള്ളപ്പോഴും അവർക്കൊക്കെയും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാൻ പറ്റുമ്പോഴും അവരുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് വീടിന്റെ പുറത്താ. കാരണം എന്താ? വീട്ടിനകത്ത് അൺറിസോൾവ്ഡ് കോൺഫ്ലിക്ട്സ് എല്ലാവരുമായിട്ടും ഉണ്ടാവും, പരിഹരിക്കപ്പെടാത്ത കോൺഫ്ലിക്ട്സ്. പിന്നെ അതോടുകൂടി ജീവിക്കുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും. ആ പ്രശ്നത്തോടു കൂടി ജീവിക്കുക. ആൻഡ് അതുപോലെയുള്ള കുറേ പ്രശ്നങ്ങൾ പൈലപ്പ് ചെയ്ത് ഇങ്ങനെ കൂടി ഫുൾ നെഗറ്റീവ് ഇമോഷൻസിലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പലപ്പോഴും വീട്ടിനകത്തുള്ള, അല്ലെങ്കിൽ നമ്മളൊരു കൂടുതൽ അടുത്തിരിക്കുന്ന ആളുകളുമായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഇങ്ങനെ കൂടി അത് വെറുപ്പായിട്ടും അല്ലെ, വിദ്വേഷമായിട്ടും, അസൂയായിട്ടും, സമാധാനക്കേടായിട്ടും, സന്തോഷമില്ലായ്മയായിട്ടും മാറിയിട്ടുണ്ടാവും. അത് ഈ പുറത്തുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പം അത് അവിഹിത ബന്ധം എന്നുള്ള രീതിയിലും, ഭാര്യ ഭർത്താവ് അവിഹിത ബന്ധം എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാവാം, ഈവൻ മക്കൾ ലവ് അഫെയർസിൽ ചെന്ന് പെടുന്നത്, ഈവൻ ഒരു പ്രായമാറിയ ഉമ്മ ഉപ്പ, അവർക്ക് വീട്ടിനകത്ത് കുട്ടികളിൽ നിന്ന് കിട്ടേണ്ട ഒരു സന്തോഷം, സമാധാനം കിട്ടാത്തത് പലപ്പോഴും അവരുടെ ഇടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടാവാം. ഉമ്മനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് ഒഴിവാക്കി വിട്ടതാ ഞാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും മക്കൾ ഉമ്മാന്റെ അടുത്ത് കാര്യമായിട്ടൊന്നും സംസാരിക്കാതെ ഉമ്മനെ മാറ്റി നിർത്തുന്നത്. അപ്പൊ ഉമ്മക്ക് പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയത്. അതേപോലെ തിരിച്ചും മക്കള്, ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മക്ക് മനസ്സിലാവില്ല, എന്നെ കൊണ്ട് കഴിയൂല, ഇനി ഞാൻ സംസാരിക്കുന്നില്ല, എന്റെ പ്രശ്നങ്ങൾ വേറെ ആർക്കെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പം പലപ്പോഴും പലർക്കും പുറത്തുള്ള ആളുകളെ കാണുമ്പോഴാണ് വല്ലാത്ത ഒരു സന്തോഷം അങ്ങോട്ട് വരുന്നത് അല്ലെ, അതിനു വേണ്ടിയിട്ടുള്ള വെമ്പല് കൂടുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെയൊക്കെയും കാരണം നമ്മുടെയൊക്കെ ഉള്ളില്, എല്ലാവരുടെയും വീടുകളുടെ ഉള്ളില് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള, പരിഹരിക്കപ്പെടാത്ത കുറേ കോൺഫ്ലിക്ട്സ് അവിടെ ഉള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെയാണ് ഈ കോൺഫ്ലിക്ട്സിനെ, മനുഷ്യന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്ന, ബന്ധങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ കോൺഫ്ലിക്ട്സിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി, ഓക്കെ,
ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്ന് പറയുന്നത് ഒരിക്കലും ആ വ്യക്തി അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ല. അയാൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അയാളെ കണ്ട് എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് തോന്നി അല്ലെ. നമ്മൾ പലപ്പോഴും വലിയ വലിയ ആളുകൾ അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് അയാൾ ഭയങ്കര സംഭവമാണ്, അയാളുടെ ജീവിതത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും അധികം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട് അല്ലേ. ശരിക്കും ഒരാൾ ഇൻഫ്ലുവൻഷ്യൽ ആവുന്നത് അയാൾ എത്രത്തോളം ഓരോ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളതല്ല, അതിന്റെ കൂടെ അയാൾ എത്രത്തോളം ബന്ധങ്ങളെ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊന്നും സക്സസ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല. പലപ്പോഴും പലരും കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ബന്ധങ്ങളെ തകർത്തുകൊണ്ടായിരിക്കാം അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളെ ചുറ്റുപാടും ഈവൻ ഒരു ഇസ്ലാമിക് റെലമിലേക്ക്, ഇസ്ലാമിക് ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ പോലും നമുക്കറിയാം നമ്മളെ ചുറ്റുപാടും നടക്കുന്നത് ഈവൻ ദാവകൾ പോലും പലപ്പോഴും ബന്ധങ്ങളെ തകർത്തുകൊണ്ടാണ് അല്ലെ. തല്ലും പിടിയും ഉണ്ടാക്കിക്കൊണ്ടാണ് പല ദാവകൾ പോലും നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എത്രത്തോളം ചെയ്തു, അച്ചീവ് ചെയ്തു എന്നുള്ളതല്ല, ആ അച്ചീവ് ചെയ്തതിന്റെ കൂടെ തന്നെ നമ്മൾ ബന്ധങ്ങളെ കൂടുതൽ ഉണ്ടാക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതാണ് സക്സസ്. ഒരുപാട് ബന്ധങ്ങളെ നശിപ്പിച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സക്സസ് അല്ല, അത് ഫെയിലിയറിലേക്കുള്ള സ്റ്റെപ്പാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ച് സിറ്റുവേഷൻസ് നമ്മൾ സാധാരണ വീടുകളുടെ കാലത്ത് വരുന്ന കുറേ സിറ്റുവേഷൻസ് ഞാൻ ഒന്ന് രണ്ടെണ്ണം വെറുതെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പം നമ്മളുടെ ഒരു മോൻ, ഓക്കെ, അവന് ഇഷ്ടമുള്ള ഒരു കരിയർ എടുക്കണം. പക്ഷെ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ഉപ്പ ഒരു ഡോക്ടറാന്ന് വിചാരിക്കുക, ഉപ്പാക്ക് മോൻ ഡോക്ടർ ആവണം നിർബന്ധമാണ്. പക്ഷെ മോന് ഇഷ്ടമല്ല, അവന് ആർട്ടിലാണ് ഇഷ്ടം. ഓക്കെ, അല്ലെങ്കിൽ അവന് ആർക്കിടെക്ചർ ആണ് അവന് ഇഷ്ടം, അവന് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പൊ അവന് അതിനെ പോവും, ഉപ്പ പറയും ഇല്ല നീ ഇത് ചെയ്യ്, നീ ഇത് പഠിക്ക്, അത് പഠിക്ക്, അവന് താല്പര്യമില്ല. ഓക്കെ, അപ്പം ഇത് കൂടുതൽ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് എന്താവും, അവര് തമ്മിൽ സംസാരിക്കാതിരിക്കും അല്ലെ. അത് ഒരു സിറ്റുവേഷൻ. ഇത് ഉപ്പനെ കണ്ട ഉപ്പത് പറയുന്നുള്ളതുകൊണ്ട് മോൻ ആ സിറ്റുവേഷൻ ഒഴിവാക്കും, മോനോട് ഇത് പറഞ്ഞാൽ മോൻ അത് എടുക്കൂല എന്നുള്ളതുകൊണ്ട് ഉപ്പ ആ സിറ്റുവേഷന് ഒഴിവാക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെ. ഇനി അതല്ലെങ്കിൽ അതിന് തിരിച്ച് അവർ തമ്മിൽ സംസാരിച്ച് തല്ലാവും. അപ്പം വിചാരിക്കും പണ്ടാരം എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ മോൻ ഉപ്പാന്റെ വഴിക്ക് പോവും, അവൻ സക്സസ്ഫുൾ ആവോ ഇല്ല. അപ്പം അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ നടക്കാത്തത് കൊണ്ട് രണ്ടാണെങ്കിലും എന്താവാണ്, അവിടെ അത് പ്രശ്നമാവാണ്. ഇതേപോലെ മറ്റ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കല്യാണം. മക്കൾക്ക് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് പാരന്റ്സിന് ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമായിരിക്കാം, അത് തല്ലിലും പിടിയിലും അവസാനിക്കുക. അത് ഒന്നെങ്കിൽ അത് സംസാരിച്ചാൽ തല്ലാവും, അല്ലെങ്കിൽ ആ സംസാരം അങ്ങോട്ട് ഒഴിവാക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വികാരങ്ങളാണ് മുന്നിട്ട് നിൽക്കുക അല്ലെ. കാരണം അവിടെ അള്ളാന്റെ മാർഗത്തിലുള്ള ശരിയോ തെറ്റോ എന്നുള്ളതായിരിക്കില്ല പലപ്പോഴും പാരന്റ്സ് ആണെങ്കിലും മക്കളാണെങ്കിലും നോക്കുന്നത്. മക്കൾക്ക് മക്കളുടേതായ വികാരങ്ങൾ, പാരന്റ്സിന് അവരുടേതായ വികാരങ്ങൾ. കോൺഫ്ലിക്ട്സ് ഒരിക്കലും റിസോൾവ് ആവുകയില്ല. പിന്നെ പണ്ടാരം എന്തെങ്കിലും ചെയ്യണ്ടേ, കഴിച്ചു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ അത് കഴിക്കൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇനി ഇതുപോലെ ഇൻലോസുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. ഇപ്പം നിങ്ങളെ ഭർത്താവ് നിങ്ങളുടെ പേരൻസുമായിട്ട് ഭയങ്കര വളരെ മോശമായിട്ടാണ് എപ്പോഴും പെരുമാറുന്നത്, സ്വന്തം പേരൻസുമായിട്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് പ്രശ്നമാക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ, മിണ്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. നീതി അവിടെ ഉണ്ടാവുന്നില്ല അല്ലെ. ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഒരിക്കലും റിസോൾവ് ചെയ്യപ്പെടുന്നില്ല. സുബ്ഹാനല്ലാഹ്. കാരണം റിസോൾവ് ചെയ്യാൻ പുറപ്പെട്ട പ്രശ്നമാവും. അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട അല്ലെ. അപ്പം ഈ ഓരോ അപ്രോച്ചിലും എന്താണ് ഔട്ട്കം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് 2 ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ പല കാര്യങ്ങളിലും കോൺഫ്ലിക്റ്റിന്റെ ഉണ്ടാകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ഈ കോൺഫ്ലിക്റ്റിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണമാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത് നോക്കാം. 3 കാരണങ്ങളാണ്. ഒന്ന്, ഒപ്പീനിയൻസ് വേരി, ഡിഫറെന്റ് അഭിപ്രായങ്ങൾ വരുമ്പോഴേ ഉറപ്പായിട്ടും അല്ലേ. രണ്ടാൾക്ക് സെയിം അഭിപ്രായമാണെങ്കിൽ പിന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമില്ല. ഒന്ന്, ഒപ്പീനിയൻസ് വേരി, അത് എന്തായാലും നിർബന്ധമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. 2, ഇമോഷൻസ് റൺ സ്ട്രോങ്ലി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ട് അതിന്റെ പിന്നിൽ, അപ്പോഴാണ് അവിടെ തല്ല് വരാം. 3, ആ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3ഉം കൂടെ ഒത്തു വരുമ്പോഴാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അവിടെ ഒരു ഇമോഷൻ ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ, ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പോലും അത് പ്രശ്നമാവില്ല. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം, ഒന്നും കൂടെ മനസ്സിലാവും.
അതേപോലെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, പക്ഷെ മാറ്റർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഉദാഹരണം നോക്കാം. അതായത് ഒപ്പീനിയൻസ് വ്യത്യസ്തമാണ്, കണ്ടീഷൻ അതെന്തായാലും നിർബന്ധമാണ്, മാറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇമോഷൻസ് ഇല്ല കാര്യമായിട്ട്. അപ്പം അതിനുള്ള ഒരു ഉദാഹരണം നോക്കാം. ഇപ്പം ഒരു ഉമ്മാക്കും വാപ്പാക്കും ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്തണം. ഉമ്മക്കും ബാപ്പാക്കും വേറെ വേറെ അഭിപ്രായമാണുള്ളത്. ഓക്കെ, ഉമ്മക്ക് സ്കൂൾ അടുത്താവണം, കൺവീനിയൻസിന് വേണ്ടിയിട്ട് പോയി വരാനും അല്ലെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ എളുപ്പത്തിന്. വാപ്പ പറയാണ് നല്ല സ്ട്രോങ് അക്കാഡമിക്സ് ഉള്ള കുട്ടീനെ നല്ല അടിപൊളി ആക്കുന്ന ഒരു സ്കൂള് അത് കുറച്ച് ദൂരെയാണ്, അവിടെ വേണമെന്ന്. അഭിപ്രായം വ്യത്യാസമാണ്. ഓക്കെ, മാറ്റർ ഇമ്പോർട്ടൻ്റും ആണ്, കാരണം കുട്ടീനെ സ്കൂളിൽ ചേർത്തുന്ന കാര്യമാണ് അല്ലെ. പക്ഷേ അവിടെ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഇല്ല. ഉമ്മന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കൂടുതൽ ബെറ്റർ എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഓക്കെയാണ്. അവര് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കാമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ ഗുണവും ദോഷങ്ങളും മനസ്സിലാക്കിയിട്ട് അവർ ആ തീരുമാനം എടുക്കുന്നു. ഇവിടെ ഇമോഷൻസ് കൺട്രോൾഡ് ആണ്. കാരണം ഉമ്മാക്ക് ഇത് ഭയങ്കര നിർബന്ധവും വാശിയുമാണ്, എനിക്ക് അടുത്തുള്ളതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉപ്പാക്ക് മറ്റേത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവിടെ തല്ലാവുമായിരുന്നു. പക്ഷെ ഇമോഷൻസ് കൺട്രോൾഡ് ആയതുകൊണ്ട് അവിടെ എന്തായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായില്ല. എന്നൊക്കെ രണ്ട് കാര്യങ്ങളുണ്ട്. അഭിപ്രായം വ്യത്യാസമാണ്, മാറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കുട്ടീനെ സ്കൂളിൽ ചേർത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ ആണ്, പക്ഷെ ഇമോഷൻസ് കൺട്രോൾഡ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. അഭിപ്രായം ഡിഫറെന്റ് ആണ്, ഓഫ് കോഴ്സ് അഭിപ്രായം എന്തായാലും ഡിഫറെന്റ് ആയിരിക്കണം, അപ്പോഴേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുള്ളൂ. ഇമോഷൻസും ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു ഉദാഹരണം, രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കാണ്. എന്തിന്? ലാസ്റ്റ് ഒരു പീസ് പിസ്സ ഉണ്ട്. ഓക്കെ, വീട്ടിൽ പിസ്സ ഉണ്ട്, എല്ലാവരും കഴിച്ചു, അവസാനത്തെ ഒരു പീസ് ഉണ്ട്. അപ്പം അത് എനിക്കും വേണം അവനും വേണം. ഓക്കെ, രണ്ടാക്കും വേണം എന്നുള്ളത് കൊണ്ട് അത് ഭയങ്കര സ്ട്രോങ് ഇമോഷനാണ്. കാരണം അവന് കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റില്ല, ഉമ്മയും ഉപ്പയും എന്നോട് അനീതിയാണ് കാണിച്ചത് അല്ലെ. അപ്പം അവിടെ ഇമോഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. മാറ്റർ ഒരു ചെറിയ പിസ്സന്റെ കാര്യമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര തല്ലാവും. നമ്മളെ വീടുകളിലൊക്കെ നടക്കാറില്ലേ. അപ്പം ഈ രണ്ടിലൊരു റീസൺ അവിടെ എന്തായാലും ഉണ്ടാവും. ഒന്നെങ്കിൽ മാറ്റർ ഇമ്പോർട്ടന്റ് ആവും, അല്ലെങ്കിൽ ഇമോഷൻസ് സ്ട്രോങ് ആയിരിക്കും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതലും സംഭവിക്കുക എന്താണ്, ഇമോഷൻ സ്ട്രോങ് ആവുന്ന പ്രശ്നമല്ലേ. മാറ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സില്ലി ആയിരിക്കും. ഒരു മിഠായി, ഒരു പിസ്സ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സില്ലി ആയിരിക്കും, അവർ ഫൈറ്റ് ചെയ്യേണ്ട കാര്യം പോലും ആവില്ല. പക്ഷെ അവരുടെ ഇമോഷൻസ് അവിടെ സ്ട്രോങ് ആണ്. അപ്പം ഇഷ്യൂ എന്തായി, വലുതായി, കോൺഫ്ലിക്റ്റ് വലുതായി, അടി തല്ല് തീരാത്ത പ്രശ്നമായി. അപ്പം ഇത് മൂന്നും കൂടെ വരുമ്പോഴാണ് ഓക്കെ തല്ല് അല്ലെങ്കിൽ ഒരു പ്രശ്നം ശരിക്കും കോൺഫ്ലിക്റ്റ് ആവുന്നത്. ഈ മൂന്ന് സോഴ്സും കൂടെ വരണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണം, ഇമോഷൻസ് സ്ട്രോങ് ആവണം, മാറ്റർ ഇമ്പോർട്ടൻ്റ് ആവണം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നിന്ന്, നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം അല്ലെ. എപ്പോഴാണ് കോൺവെർസേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്നത്? പൊതുവെ ഇത്തരത്തിലുള്ള ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ വരുമ്പോൾ നമ്മൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നുണ്ടാവും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വയലന്റ് ആവും. ലൈക്ക് വയലന്റ് എന്ന് പറഞ്ഞാൽ തല്ല് നല്ലൊരു അർത്ഥത്തിലേക്കല്ല പോണത്, മേ ബി അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ആക്കട്ടെ, എല്ലാവർക്കും എളുപ്പാക്കട്ടെ. വയലൻസിലേക്ക്, അതായത് സംസാരത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ചീത്ത വിളിക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അതല്ലേ അപ്പൊ എന്ത് ചെയ്യും, ഇപ്പുറം തുടങ്ങിയ ആൾ നാച്ചുറലി നിർത്തും. നേരത്തെ പറഞ്ഞ ഭാര്യനെ പോലെ, എനിക്ക് വയ്യ, എനിക്ക് സമാധാനം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്തിക്കളയാം അല്ലെ. അതല്ലാന്നുണ്ടെങ്കിൽ സബ്മിസീവ് ആവും. എന്തായാലും കുഴപ്പമില്ല, അത് വെറുതെ സംസാരിക്കൊന്നും വേണ്ട, മുപ്പര് പറയുന്ന പോലെ അങ്ങോട്ട് കാര്യം നടക്കട്ടെ അല്ലെ. അല്ലെങ്കിൽ ഭാര്യ അവളൊക്കെ പറയുന്ന പോലെ അങ്ങോട്ട് നടത്തോട്ടെ, വെറുതെ പ്രശ്നം വേണ്ടല്ലോ സംസാരിച്ചിട്ട് അല്ലെ. എന്നിട്ട് സൈലന്റ് ആവും, സംസാരിക്കുന്നില്ല. ഈ രണ്ടും പ്രശ്നം തന്നെയാണ്. ഇത് രണ്ടും റൈറ്റ് സൊല്യൂഷൻ അല്ല. ഓക്കെ, ഏതൊരു കോൺവെർസേഷനും കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടാൻ ഇത് രണ്ടും പറ്റൂല. കാരണം ഒരു സൈഡ് വയലന്റ് ആവുമ്പോൾ ആ സൈഡിന്, വയലന്റ് ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞു ഹാർഷായിട്ട് സംസാരിക്കുക, ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ, അടിക്കുക പിടിക്കുക എന്നുള്ളതല്ല, അങ്ങനെയും ഉണ്ടാവാം. അങ്ങനെ ആവുമ്പോൾ മറ്റേ സൈഡിന്റെ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഈ ഒരു ഏകാധിപത്യത്തോട് കൂടിയുള്ള തീരുമാനമായിരിക്കും അല്ലെ, അതൊരു സൊല്യൂഷൻ അല്ല. ഇപ്പം വയലൻസ് എന്ന് പറയുമ്പോൾ, അതായത് ഈ വയലന്റ് ആവുന്ന സൈഡ് എങ്ങനെയൊക്കെയാണ് സാധാരണ നടക്കാറെന്ന് ഞാൻ കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഫിസിക്കൽ വയലൻസ് ആവാം, അടിക്കുന്ന, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന, തെറി വിളിക്കുന്ന, എന്നോട് ഇതിനെക്കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലെ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു നേച്ചർ ആവാം. ഇനി അതല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, ഓക്കെ, ഇതാണ് ഇതിന്റെ ശരി, ഇത് മതി ഇവിടെ എന്നുള്ള ഇമ്പോസ് ചെയ്യുന്ന രീതിയാവാം.
ഇനി അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിനെ വായ തുറക്കാൻ വിടാത്ത, നീ ഒന്നും മിണ്ടണ്ട അല്ലെ, അങ്ങനത്തെ ഒരു രീതിയാവാം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിനെ ലേബൽ ചെയ്യുന്ന, കുറ്റപ്പെടുത്തുന്ന, നീ ഇങ്ങനെയാണ്, നീ അങ്ങനത്തെ ആളല്ലേ, എന്നെ കൂടെ എന്താ പറഞ്ഞിട്ട് കാര്യം, അല്ലെങ്കിൽ നീ പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഞാൻ എന്താണ് പുണ്യാളനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പുണ്യാളത്തെയാണ് അല്ലെ. അപ്പം ഓപ്പോസിറ്റ് പാർട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ചാൻസ് കൊടുക്കാത്ത, പലപ്പോഴും ദീനനെ വെച്ചും പലരും കളിക്കാറുണ്ട് അല്ലെ. പലപ്പോഴും വീട്ടിൽ സംസാരങ്ങൾ വരുമ്പം ഒരു സൈഡ് കൂടുതൽ ദീനുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവര് സ്വയം മുത്തക്കിയായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കും. എന്നിട്ട് ഓപ്പോസിറ്റ് ആളിന് അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ അങ്ങോട്ട് ചിത്രീകരിക്കും അല്ലെ. എന്നിട്ട് അവരെ വായടപ്പിച്ച് അവരെ ലേബൽ ചെയ്ത് ബ്ലെയിം ചെയ്യുന്ന, നീ മിണ്ടണ്ട എന്നുള്ള ഒരവസ്ഥ. അല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആണ്, ഞാനാണ് ശരി, എന്നിട്ട് എന്റെ കുറെ ക്ലെയിമുകൾ ഉണ്ടാവും, എനിക്ക് ഈ കാര്യത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ അത് അന്ന് അങ്ങനെ ചെയ്തപ്പോ അന്ന് അതാ ശരിയായത്, അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെയാണ് അല്ലെ, ഞാനാണ് റൈറ്റ്, ഞാനാണ് സക്സസ്ഫുൾ, ഞാനാണ് പെർഫെക്റ്റ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരി. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവരെ ഒന്നിനും കൊള്ളൂല, നിങ്ങൾ ഇനി ഇതിലൊന്നും പറയണ്ട, നീ ഇതിലൊന്നും പറയണ്ട, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കുന്ന ഒരു സ്റ്റൈൽ. അങ്ങനെ പലതും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും അല്ലെ, പല 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 രീതികൾ. പിന്നെ ചിലര് അതിന് കുറച്ചൊരു ബുദ്ധി കൂടിയ സൈക്കോളജിക്കൽ അപ്രോച്ചുകളൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡിനെ വായ തുറപ്പിക്കാത്ത രീതിയിൽ ബുദ്ധി കൂടിയ അപ്രോച്ചുകൾ എടുക്കുന്ന സംഭവങ്ങളും ഉണ്ട്. അപ്പോഴും എന്താവും, ഇപ്പുറത്തെ സൈഡ് ആ ഒരു കാര്യം സപ്രസ് ചെയ്തിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് അതൊരു സൊല്യൂഷൻ ആവാണ്ട് പോവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതാണ് ഒരു പ്രശ്നം. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് സംസാരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതാണ്, ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സബ്മിസീവ് ആവാം. അവര് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്താന്ന് വെച്ചാല് പറഞ്ഞോട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു പ്രശ്നം വേണ്ട അല്ലെ, ഞാൻ അങ്ങോട്ട് സഹിച്ചേക്കാം, എനിക്കോ അവർക്കും ഒരു പ്രശ്നം വേണ്ട, ഞാൻ അങ്ങോട്ട് സഹിച്ചേക്കാം. സുബ്ഹാനല്ലാഹ്. അതും ഒരു റൈറ്റ് കൺക്ലൂഷനും റൈറ്റ് സൊല്യൂഷനിലും എത്തൂല. ഓക്കെ, നമുക്ക് അതും എസ്പെഷ്യലി ഈ ഒരു കാര്യത്തിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം വാലിഡ് ആണ്, അല്ലെങ്കിൽ ആ അഭിപ്രായം എടുക്കണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, എന്ന് മിണ്ടണ്ട, മൂപ്പർ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവൾ എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നത്, അത് ഒരു റൈറ്റ് സ്റ്റെപ്പ് അല്ല, റൈറ്റ് കൺക്ലൂഷൻ അല്ല, റൈറ്റ് സൊല്യൂഷൻ അല്ല. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്കത് വാലിഡ് ഒക്കെ ആയിരിക്കും, നമുക്കൊരു പോയിന്റ് ഉണ്ടെന്നും അറിയാം, പക്ഷെ അത് നമ്മൾ ഞരമ്പിനെ പിടിച്ചിട്ടുണ്ടാവില്ല, അത് നമ്മൾ ഇമോഷൻസിനെ പിടിച്ചിട്ടുണ്ടാവില്ല. ചിലർക്ക് ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അത് സുബ്ഹാനല്ലാഹ് പലപ്പോഴും അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കൂടുതൽ അടുത്ത ആളുകൾക്കാണ്. അതാണ് ഒരു മെയിൻ റീസൺ. വേറെ പലതും ആളുകൾ ഹീലിങ്ങും അതും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കറിയില്ല അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കൂടുതൽ അടുത്ത അല്ലെ, തഖ്വ അല്ലെങ്കിൽ അള്ളാഹിന്റെ തൃപ്തി ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എനിക്കൊരു വാലിഡ് പോയിന്റ് അതിനകത്ത് ഉണ്ടെന്ന് പറയുന്ന കാര്യത്തിനെ പോലും വളരെ ഈസി ആയിട്ട് സപ്രസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഡിഫറെന്റ് കാര്യമാണ് കേട്ടോ, അത് ഇതിനകത്ത് കൊണ്ടുവരുന്ന കാര്യമല്ല. കാരണം എപ്പോഴും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശരീഅത്തിന്റെ ഏത് നിയമം സംസാരിക്കുമ്പോഴും അവിടെയൊക്കെയും ക്ഷമ എന്ന് പറഞ്ഞ ഒരു സംഭവം ടോപ്പായിട്ട് അവിടെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെയൊക്കെയാണ് നിയമം അല്ലെ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പകരം ഒന്ന് കൊല്ലാന്നാണ് നിയമം, അല്ലെങ്കിൽ നമുക്ക് ഒരു വൈവാഹിക ബന്ധത്തിൽ പ്രശ്നം ഉണ്ടായ തൊലാക്ക് ചെയ്യാന്നാണ് നിയമം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പുറത്തെന്താണ് ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് വളരെ അല്ലെ ഖലീലിൽ പെട്ട ആളുകൾ മാത്രം എത്തുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല, നമ്മൾ അതിലേക്ക് പോകണില്ല. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഇതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ക്ഷമ മാത്രം മതി, നമുക്ക് എല്ലാത്തിനും ക്ഷമ മതി. അങ്ങനെ ക്ഷമയുള്ളവർക്ക് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിന്റെ പ്രശ്നേ അവിടെ ഉദിക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞ ക്ഷമ കൈക്കൊള്ളാൻ പറ്റില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും. കാരണം എല്ലാവരെയും ഞരമ്പിന് പിടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് അവരുടെ ഇഹലോകത്തെ ആ ഒരു ബന്ധം. ഞാൻ മുമ്പേ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അല്ലോ എനിക്ക് ദുനിയാവിനോട് ഒരു ബോധ്യം ഇല്ല എന്ന് പറയുന്ന ആളുകൾക്കും എവിടേക്കോ ഇതുപോലത്തെ ചില വികാരങ്ങളൊക്കെ അവർ ദുനിയാവിൽ പിടിച്ചു നിർത്തുന്നത് ഉണ്ടാവും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും നമ്മൾ ഇമോഷനെ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മൂപ്പർ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, ഞാനൊന്നും അഭിപ്രായം പറയാൻ പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൈറ്റ് സൊല്യൂഷൻ അല്ല. ഇതെങ്ങനെയാ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ അതിന്റെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്ത് അത് കാരണം ഇഫക്റ്റഡ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ആ ഒരു പ്രശ്നം കാരണം, അത് സംസാരിക്കാത്തത് കാരണം, അല്ലെങ്കിൽ അതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞൊരു തീരുമാനത്തിൽ എത്താത്തത് കാരണം എൻ്റെ ഇബാദത്തിനെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സംസാരിച്ച് കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്ത് സോൾവ് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ടൈപ്പും ആവരുത് നമ്മൾ. ഒന്ന് എന്താണ്, വയലൻസിൽ
ഇനി ഈവൻ ഓപ്പോസിറ്റ് സൈഡ് വയലന്റ് ആയതിന്റെ പേരിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന രീതിയും പറ്റൂല. നമ്മളെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ നീ അത് പറഞ്ഞ കേട്ടാ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് വയലന്റ് ആയി ഹാർഷായിട്ട് അതിനെ ഇതാക്കാനും പറ്റൂല. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇതുപോലുള്ള സംഭാഷണം വരുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് എന്താണ് നമ്മൾ ചെയ്യുക? ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു കാരണത്താൽ അതിനെ ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കും. ആ സംസാരത്തിന് അല്ലെ, വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനും വേറൊരാളും നമ്മൾ പല പല പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം ഒന്നെങ്കിൽ നമ്മൾ ചെയ്യാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്താവാം, ഓപ്പോസിറ്റ് സൈഡ് എതിർക്കുന്നതിനെ വിചാരിച്ചിട്ടും ആവാം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടും ആവാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് സംസാരിക്കും, ഫേസ് ചെയ്യും, എന്നിട്ട് അതിന് വളരെ പുവറായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പം ഈ രണ്ട് രീതിയിലാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സംസാരങ്ങളെ ഹാൻഡിൽ ചെയ്യാറ്. ഇനി ഇതിന്റെ പ്രെഡിക്റ്റബിൾ ഔട്ട്കംസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സിറ്റുവേഷനിലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം ഉള്ളത് ഇതുപോലെയുള്ള സംസാരങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് മാറി നിൽക്കുക. അതായത് ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ആരെങ്കിലുമായിട്ട്, എന്തായാലും എൻ്റെ അഭിപ്രായം അവരുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം ശരിയാണെന്ന് എനിക്ക് ശക്തമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ എന്താണ്, ഒന്നും മിണ്ടാണ്ട് മാറി നിൽക്കുന്ന ആളുകൾ, സ്റ്റേയിങ് അവേ ഫ്രം ദ ക്രൂഷ്യൽ കോൺവെർസേഷൻ. അത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ സാധാരണ വെള്ളം എടുക്കും, വെക്കും, അല്ലെ, കുടിക്കാൻ വേണ്ടി എടുക്കും, അതൊക്കെ ഓക്കെ. പകരം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് പൊക്കി പിടിക്കാം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടാറുണ്ടല്ലോ അല്ലെ, ക്ലാസ്സിന്റെ പുറത്ത്. എനിക്ക് കിട്ടിയിരുന്നു 7th സ്ഥിരമായിട്ട് കിട്ടുമായിരുന്നു ലേറ്റ് ആയി എത്തുന്നതിന്. ഒരു ചാർട്ട് ഉണ്ട്, അത് റോൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും ക്ലാസ്സിൽ. അതിനെ പൊക്കിയിട്ട് 2 കൈ കൊണ്ട് പൊക്കിയിട്ട് അരമണിക്കൂർ പുറത്ത് നിർത്തും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ഓക്കെ, നമ്മളിങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കാന്ന് വെച്ചോ, നമുക്കൊരു 5 മിനിറ്റ്, 1 മിനിറ്റ് എന്തായാലും നിൽക്കാം, 2 മിനിറ്റ് നിൽക്കാം, 5 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് എന്താ പിടിക്കുന്ന ഭാഗത്ത് വേദന തുടങ്ങും, മുട്ടിന് വേദന തുടങ്ങും അല്ലെ. 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ശരിക്കും കൈ ഇങ്ങനെ കുഴയാൻ തുടങ്ങും അല്ലെ. 1 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം പൊക്കി പിടിച്ച് നിൽക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾ മെല്ലെ അത് അതിന്റെ സ്ഥലത്ത് അവിടെ വെക്കാൻ തുടങ്ങും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇതുപോലെ പല കോൺഫ്ലിക്റ്റുകളും സംസാരിക്കാതെ ഒഴിവാക്കുന്നത് ഇതുപോലെയാണ്. ഒരു ഗ്ലാസ് വെള്ളം പൊക്കി പിടിക്കുന്നത് പോലെയാണ്. കുറേ നേരം നമുക്ക് പൊക്കി പിടിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. ഞാൻ സഹിക്കാണെന്ന് പറഞ്ഞ ഏതൊരാളും ആ സഹിച്ച കാര്യം എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വന്നിട്ടുണ്ടാവും അല്ലെ, പൊട്ടിത്തെറിയായിട്ട്, ബ്ലാസ്റ്റ് ആയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാന്ന് പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആ കാര്യത്തിൽ എത്തിയിട്ടുണ്ടാവണം. എല്ലാത്തിൻ്റെ മേലെയുള്ള സബ്റുൻ ജമീൽ, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എത്ര കൊല്ലങ്ങളാണെങ്കിലും നമ്മളെ ബാധിക്കില്ല. അല്ലാതെ തൽക്കാലം ഞാൻ സഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ പൊക്കി പിടിച്ച കൈ നമുക്ക് കടഞ്ഞു മുറിയും. കുറെ കഴിയുമ്പോൾ നമ്മൾ ആ ഗ്ലാസും വെള്ളവും താഴെയിടും. ഓക്കെ, അപ്പം ക്രൂഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല. ഓക്കെ, അത് ഈ കൈ വെള്ളം കൊണ്ട് പൊക്കി പിടിക്കുന്നത് പോലെയാണ്, അതൊരു സൊല്യൂഷനേ അല്ല. ആ സൊല്യൂഷൻ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത്തെ ഒരു ഔട്ട്കം എന്താന്ന് നോക്കാം. അതായത് നമ്മളടുത്ത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കുന്ന ഒരു രീതി. പ്രത്യേകിച്ച് ഈ സംഭവം നമ്മൾ ഭർത്താക്കന്മാരെടുത്ത് ആവില്ല എടുക്കാം, മക്കളെടുത്തെടുക്കുന്നുണ്ടാവും. പലർക്കും ഭർത്താക്കന്മാരെടുത്ത് ഇതെടുക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല, അത് വർക്ക്ഔട്ട് ആവില്ല. ചിലർക്ക് നടക്കുന്നതുണ്ടാവും. സുബ്ഹാനല്ലാഹ്, രണ്ട് സ്റ്റൈലും ഉണ്ടല്ലോ അല്ലെ. മക്കളെടുത്ത് നമ്മൾ ഒരു വശം എടുക്കുന്ന ഒരു സംഭവമായിരിക്കും ഇത്. ദേഷ്യപ്പെടാം, വയലന്റ് ആവാം, ഹാഷ് ആവാം. ഓക്കെ, അപ്പം അവര് എന്താണ് ബി നോൺ ബൈ ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് സംസാരിക്കുന്നെങ്കിൽ നമ്മൾ പേരെ അതായി മാറും. ഉമ്മന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മ വെറുതെ പൊട്ടിത്തെറിക്കുമ്പോ എന്തൊക്കെയോ പറയും, എന്റെ തലയിൽ കയറും അല്ലെ. അപ്പം നമ്മളെ പേര് തന്നെ, നമ്മളെ ലേബിൾ തന്നെ അതായി മാറിക്കഴിയും. നമ്മളടുത്ത് ആരെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ വയലന്റ് ആയിട്ട്, ഹാഷ് ആയിട്ടാണ് അതിനെ, ആ ഒരു സംസാരത്തിനെ നമ്മൾ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ഒരു ഔട്ട്കം. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ സംസാരങ്ങളും ഓക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ പോലും അവർക്കും ഒരു വിഷമം, ഒരു പ്രശ്നമുള്ള കാര്യമായിരിക്കും അവർ പറയുന്നത് അല്ലെ. ഇപ്പൊ ഭാര്യയുടെ അടുത്ത് ഭർത്താവ് എന്തെങ്കിലും, ഭർത്താവിന്റെ ഒരു കൺസേൺ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഭർത്താവിനെ തള്ളി മറിച്ചിടുന്ന രീതിയിൽ 2 ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ അതിനെക്കുറിച്ച് സംസാരിക്കൂലല്ലോ എന്നുള്ളതാണ്
നമ്മളുടെ വിജയം അവിടെ. പക്ഷെ ഇതും എന്താണ്, ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അല്ല. പകരം നമ്മൾ ആ പേരിൽ അറിയപ്പെടണം. അതായത് ഇവളുടെ അടുത്ത് ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ മൂപ്പരുടെ അടുത്ത് ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മൂപ്പര് ഇതിപ്പോ ഇങ്ങനെ പറയുള്ളൂ എന്ന് വെച്ചിട്ട് ആ സംസാരത്തിന് അങ്ങോട്ട് ഒഴിവാക്കുക. ആദ്യത്തത് കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം പൊക്കി പിടിക്കുന്നത് പോലെയാണ്. അത് കുറെ കാലം കുറെ നേരം നമുക്ക് പൊക്കി പിടിക്കാൻ പറ്റൂല അല്ലെ. ഇനി അടുത്ത ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരു ഔട്ട്കം എന്ന് പറയുന്നത്, എഗെയിൻ ഇതും ഇതുപോലെ ആദ്യത്തത് നമ്മൾ സംസാരിക്കാതെ ആ കോൺഫ്ലിക്റ്റിനെ മാറ്റാതെ മാറി നിൽക്കലാണ്. രണ്ടാമത്തത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വയലന്റ് ആവല്, ഹാഷാവല്. മൂന്നാമത്തത് ഇതേപോലെ വീണ്ടും സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സൈലന്റ് ആവാം. അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യുക, ഞാനൊന്നും പറയുന്നില്ല, ഇനിയിപ്പോ ഞാനായിട്ടൊന്നും പറഞ്ഞിട്ട് ഒരു പ്രശ്നം വേണ്ട അല്ലെ, മിണ്ടാണ്ടിക്ക. എൻ്റെ ഉള്ളിൽ അഭിപ്രായങ്ങളുണ്ട്, എൻ്റെ ഉള്ളിൽ ശരികളുണ്ട്, ഈവൻ എൻ്റെ ഉള്ളിൽ അതൊരു ഇമോഷനും ആണ്. ഓക്കെ, എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ 3 പോയിന്റ്സ് അവിടെ ഉള്ളത് അല്ലേ. അഭിപ്രായ വ്യത്യാസം, അതായത് നമുക്ക് സ്വന്തമായിട്ട് വേറെ അഭിപ്രായം ഉണ്ട്. 2, എനിക്കത് ഇമോഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 3, എനിക്കത് അത് 2 ഇമോഷനുള്ള കാര്യമാണ്, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് 3 ആണെങ്കിലും ഞാൻ മിണ്ടൂല, സൈലന്റ് ആയിട്ട് നിൽക്കും. അത് വീണ്ടും ഈ പറഞ്ഞ പോലെ, നേരത്തെ പോലെ ഗ്ലാസും വെള്ളവും പൊക്കി പിടിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ്. അത് മിണ്ടാണ്ടിരുന്നത് കൊണ്ട് നമ്മളെ ഞരമ്പുകൾ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇമോഷൻ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ആവുന്നില്ല. അത് നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മളെ ഇടങ്ങേറാക്കിക്കൊണ്ടേയിരിക്കും ആ കാര്യം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇനി 4ാമത്തെ ഒരു രീതിയുണ്ട് ഇതുപോലത്തെ സംസാരങ്ങളെ, കോൺഫ്ലിക്റ്റിനെ റെസൊല്യൂഷൻ ചെയ്യുന്ന. അതെന്താണ്, കോൺഫ്ലിക്റ്റിനെ സോൾവ് ചെയ്യുന്നത് ഒരു ചാമ്പ്യനെ പോലെ. എന്താണ്, സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കുക. താൽക്കാലികമായിട്ട് നമുക്ക് ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ടാവും. ഓക്കെ, താൽക്കാലികമായിട്ട് നമുക്ക് അതുകൊണ്ട് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷേ സ്ട്രോങ്ങർ ബന്ധങ്ങൾ അതിലൂടെ ഉണ്ടാവും. അതൊരു ചാമ്പ്യനെ പോലെ സംസാരിക്കുക. ഇസ്ലാമികമായിട്ടുള്ള രീതികളുണ്ട് അതിന്. ഓക്കെ, അതുവഴി നമുക്ക് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ വീട്ടിലുള്ള പലരുമായിട്ടുള്ള ഇതുപോലെയുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത്, അത് ആ ഒരു പറയുമ്പോൾ വല്ലാത്തൊരു ഓക്വേർഡ് ഫീലിംഗ് അല്ലെ, എന്തെങ്കിലും അവർക്ക് ഫീൽ ചെയ്യും, അവർക്ക് വേദനിക്കും എന്നുള്ള ആ ഒരു സംഭവം. അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ അവരെന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമാവും എന്നുള്ള രീതിയിൽ നമ്മളത് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത്. ഓക്കെ, അപ്പം ആ രീതിയിൽ നമ്മൾ ഒഴിവാക്കുമ്പം തൽക്കാലത്ത് നമുക്ക് പൊതുവേ നമ്മളൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം തൽക്കാലം ഒരു കംഫർട്ട് കിട്ടിയാൽ മതി. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഈ ക്യാപ്സ്യൂളിന്റെ പിന്നാലെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്യാപ്സ്യൂൾ സൊല്യൂഷന്റെ പിന്നാലെ നിങ്ങൾ പോകരുത് ഒരു കാര്യത്തിനും. എല്ലാം നമുക്ക് ലോങ് ടേമിൽ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതേപോലത്തെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ തൽക്കാലം പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത്. പക്ഷെ അത് സംസാരിക്കേണ്ട രീതിയിൽ, ഇസ്ലാമികമായിട്ട് സംസാരിക്കേണ്ട രീതിയിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഫീലിങ്സ് ഉണ്ടാക്കുമെങ്കിലും ആ കാര്യം ക്ലാരിഫൈഡ് ആവും. അവരുടെ പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ പോയിന്റ്സ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ റൈറ്റ് മാനറിൽ, ഗുഡ് മാനേഴ്സിൽ നമുക്ക് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ ആണെങ്കിൽ പോലും നമ്മളെ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കാൻ പറ്റും. ഒരുപക്ഷെ നമ്മളെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള ഡിസ്കഷൻസ് സംസാരിക്കുന്ന, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിലും ഫാമിലിയിലും ഒക്കെ സംസാരിക്കണം എന്നതാണ് സംസാരിക്കുന്നത്. പക്ഷേ റൈറ്റ് മാനർ എന്നുള്ളത് പലപ്പോഴും മിസ്സാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അത്തരം സംസാരങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന, കുത്തിക്കീറുന്ന, അതായത് വിഷമം എന്തായാലും വരും. കാരണം പലപ്പോഴും നമ്മൾ അവർ അഭിപ്രായം തെറ്റാണെന്നും അതിന്റെ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. വിഷമം എന്തായാലും വരും. പക്ഷെ ആ ഉപയോഗിക്കുന്ന വാക്കുകളും ആ സംസാരിക്കുന്ന ശൈലിയും നമ്മൾ ഈ പറഞ്ഞ വയലന്റ് ആ ഒരു ഗണത്തിൽ പെരുന്ന, അതായത് ഓപ്പോസിറ്റ് പാർട്ടീനെ ലേബൽ ചെയ്യുന്ന, മുദ്ര കുത്തുന്ന, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്ന രീതിയിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലായിരിക്കും പലപ്പോഴും നമ്മൾ ആ കാര്യം സംസാരിക്കുക. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കാം. ഇൻഷാ അല്ലാഹ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്ന് ഖുർആനിലുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു ഇൻസ്ട്രക്ഷനും കൂടെ ഈ ഒരു കാര്യത്തിൽ, അതും കൂടെ സംസാരിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നടത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാനിത് 2 ക്ലാസ് ആക്കുന്നത്, ഇത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് പെട്ടെന്ന് പഠിച്ചു തീർത്തിട്ടൊന്നും ചെയ്യാനുള്ളതല്ല. ചിന്തിക്കുകയും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കെയർഫുൾ ആവണം. അടുത്ത ഒരാഴ്ച മുഴുവനും നമ്മൾ ഓരോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളെ മനസ്സിലേക്ക് ഈ കാര്യം വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് പറഞ്ഞു നിൽക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞ പല പോയിന്റ്സ് ഉണ്ട് അല്ലേ, ഒപ്പീനിയൻസ് വാരി,
ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മാറ്റേഴ്സ്, ഇമോഷൻസ് ആർ സ്ട്രോങ്. ആ പോയിന്റ്സ് നമ്മളെ മനസ്സിലേക്ക് വരണം. പിന്നെ യൂഷ്വലി നമ്മൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സൈലന്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടാണോ? മറ്റുള്ളവരെ മേൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇനി മിണ്ടരുത് എന്നുള്ള രീതിയിൽ അവരെ വായ അടപ്പിച്ചിട്ടാണോ? മക്കളുടെ അടുത്താണെങ്കിലും തിരിച്ച് നമ്മളെ പാരന്റ്സിന്റെ അടുത്താണെങ്കിലും ഇണകളുടെ അടുത്താണെങ്കിലും ആരുടെ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ കുറേ റിഫ്ലക്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ആക്കിയത്. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ഒരു ആയത്ത് സൂറത്ത് ഹുജറാത്തിലെ 9ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു വഅസ്ലിഹു ബൈനഹുമാ. സത്യവിശ്വാസികളിൽ നിന്നുള്ള 2 വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. അല്ലെ, ഇതിപ്പം പലപ്പോഴും നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നതുണ്ടാവും. ഇനി നമ്മൾ മറ്റുള്ളവർ തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കാണും. പക്ഷെ നമ്മൾ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നേക്കാന്ന് നമ്മൾ പറയാം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം നമ്മൾ അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കണം. ഫഅസ്ലിഹു ബൈനഹും. ആരെങ്കിലും 2 കൂട്ടർ തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അതിൽ ഒരു കൂട്ടർ സംസാരിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നുണ്ട്, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാതെ പ്രശ്നപ്പെടുന്നുണ്ട് എന്ന പ്രശ്നത്തിലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് ഫഅസ്ലിഹു ബൈനഹുമാ, നിങ്ങൾ അവരുടെ ഇടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കണം. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു അല്ലതി തബ്ഗി ഹത്താ തഫീ ഇല അംരില്ല. എന്നിട്ട് 2ൽ ഒരു വിഭാഗം മറ്റു വിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിച്ചാൽ, നാച്ചുറൽ ആണ് അല്ലെ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സംസാരത്തിനൊക്കെ ഇറങ്ങും, എന്നിട്ട് അതിനകത്ത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഭാഗം എന്തായാലും ഉണ്ടാവും. സ്ട്രോങ് എന്ന് പറയുന്നത് ചിലപ്പം കരുത്തുകൊണ്ടാവാം, ശാരീരികമായ കരുത്തുകൊണ്ടാവാം, സാമ്പത്തികമായ കരുത്തുകൊണ്ടാവാം, ഹോൾഡ് കൊണ്ടാവാം അല്ലെ. ഇനി അതെല്ലാം മറ്റേ വിഭാഗം വീക്ക് ആയതിന്റെ പേരിൽ സ്ട്രോങ് ആയതാവാം. അപ്പോൾ നാച്ചുറലി പലപ്പോഴും നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വൈവാഹിക ബന്ധങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ കുറേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പൊ സംസാരിക്കാൻ വേണ്ടി നിൽക്കും ഒരാൾ, മറ്റൊരാളെക്കാളും സ്ട്രോങ് ആയതുകൊണ്ട് അതിക്രമം കാണിക്കും അല്ലെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങുന്നത് വരെ നിങ്ങൾ സമരം നടത്തണം. അതായത് അതിക്രമിക്കപ്പെട്ട ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിന്റെ ശരി കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ സമരം നടത്തണം. സുബ്ഹാനല്ലാഹ്. പക്ഷേ അല്ലെ, അതായത് നമ്മളൊക്കെ ഒരുപക്ഷെ ഇതുപോലുള്ള സിറ്റുവേഷനിൽ പലപ്പോഴും കടന്നു പോകുന്ന ആൾക്കാരാണ്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം എടുക്കുന്ന സ്റ്റെപ്പ് എന്താ? മിണ്ടാണ്ട് ഒരു സൈഡിൽ അവിടെ അടങ്ങിയിരുന്നേക്കല്ലേ. അവർ തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരായി അവരെ പാടായി. അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾക്ക് അല്ലെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യുക. കാരണം ഓരോരുത്തരുടെ കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും. ഇനിയിപ്പോൾ ഇത് പറഞ്ഞ ഉടനെ അടുത്ത വീട്ടിലൊന്നും പോയി നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യാൻ പോകണം എന്നല്ല പറയുന്നത്, നമ്മളെ ഡ്യൂട്ടിയിൽ പെട്ടതാണത്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക, അതിന് ഹിക്മത്തിന് വേണ്ടി ചോദിക്കുക. ഇനി നമ്മളെ കൊണ്ട് പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. എല്ലാരെ കൊണ്ടും എല്ലാം പറ്റൂല, അത് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ നമ്മളെ ഡ്യൂട്ടിയാണത്. അതുകൊണ്ട് അത് ദുആ ചെയ്യുക, അള്ളാഹ് ആ ഹിക്മത്ത് എനിക്ക് തരാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെ നമ്മൾ 2 കൂട്ടർ തമ്മിൽ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ വീട്ടിൽ പറ്റൂല എന്ന് പറയുമ്പോൾ വേറൊരു സംഭവം ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മളൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ പല കാര്യത്തിലും നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും, വാങ്ങുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിൽ മാത്രം ഞാൻ മിണ്ടൂല. അതല്ല ഈ പറ്റൂല എന്ന് പറയുന്നത് കേട്ടോ. അത് തീരെ സംസാരിക്കാൻ അറിയാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അതിന്റെ ഹിക്മത്തിനെ കുറിച്ച് അറിയില്ല, അതിന്റെ നിയമത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ബാക്കിയെല്ലാം സംസാരിക്കും, പക്ഷെ പ്രശ്നം വരുമ്പോൾ ഞാൻ അതിൽ ഇടപെടൂല എന്നുള്ള ഐഡിയ അല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ സംസാരിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മളെ മേലെ ബാധ്യത ആക്കിയിട്ടുള്ളതാണ്. ഇനി സംസാരിക്കുമ്പോൾ നാച്ചുറലി ഇങ്ങനെയാ സംഭവിക്കുക, ഒരു കൂട്ടർ സ്ട്രോങ് ആയിരിക്കും, അവർ അതിക്രമം കാണിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നടക്കൂല, ഓരെ ഒന്നും മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വിഡ്രോ ചെയ്യാണോ? അല്ല, അള്ളാഹ് പറഞ്ഞു അവര് അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങുന്നത് വരെ നമ്മൾ മറ്റേ സൈഡിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ആ ഒരു വിഭാഗം അല്ലെ, നമ്മൾ ഒരു സപ്പോർട്ട്, ഒരു ഭാഗത്തിന് എതിരെ നമ്മൾ സമരം ചെയ്തു, ഫൈനലി അവർ മടങ്ങി വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ സൈഡിന് ഇവരെ മാത്രം ശരിയാന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ നീതിപൂർവ്വം ആ 2 വിഭാഗങ്ങൾക്കിടയിലും രഞ്ജിപ്പുണ്ടാക്കണം. അഖസിത്തു, നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് പറയാണ്, നിങ്ങൾ അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ഉണ്ടാക്കണം എന്ന്. എന്നാൽ നമ്മളെ സ്വന്തം വീട്ടിനകത്തും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മിണ്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുപ്പിയും വെള്ളവും ഗ്ലാസും വെള്ളവും പൊക്കി പിടിച്ച് കൈ കടഞ്ഞ് കാല് കടഞ്ഞ് മുറിഞ്ഞാലും സംസാരിക്കൂല. എന്നിട്ട് അവസാനം ശരിക്കും ഒരു സമയം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിരിച്ചറിവ് തരുന്നതാണ്. പലപ്പോഴും നമ്മളെ കൊണ്ട് നമ്മൾ സംസാരിക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് പോകുമ്പോൾ അള്ളാഹ് തന്നെ നമുക്ക് തരുന്ന തിരിച്ചറിവാണ്. നമ്മളെ കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവന്ന് തള്ളി എത്തിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, യെസ്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇത് രഞ്ജിപ്പാക്കണം. അസ്ലിഹു ബൈനഹുമാ. പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പല കൽപ്പനകളും നമുക്ക് വായിച്ചാലും കേട്ടാലും അർത്ഥം അറിഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല.
അതിലേക്ക് സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തിയറി ഇപ്പുറത്തുനിന്നും പ്രാക്ടിക്കൽ ഇപ്പുറത്തുനിന്നും അത് രണ്ടും കൂടെ മിക്സ് ആവുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു പഠനം അള്ളാഹു പഠിപ്പിക്കുന്ന അല്ലെ വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ പഠിപ്പിക്കുന്നു പറഞ്ഞ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആവുന്നത് അവിടെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതിന് എന്താണ് ഓപ്പൺ ആക്കി വെക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതാ സന്തോഷം. കുറേ കോഴ്സുകൾ എടുത്ത് എനിക്ക് അതിലറിവുണ്ട് ഇതിലറിവുണ്ട് മറ്റിലറിവുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് സുബ്ഹാനല്ലാഹ് കുറേ കോഴ്സുകൾ എടുത്ത് അങ്ങോട്ട് പഠിക്കലാണ് നമുക്ക് സന്തോഷം. പകരം അള്ളാഹു ഇങ്ങനെ ഒരു കാര്യം അതിശക്തമായിട്ട് ഇപ്പുറത്തുനിന്ന് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പലതും അള്ളാഹു ശ്രമിക്കുന്നുണ്ട്. പല സിറ്റുവേഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. പല ആളുകളെയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുക്കി തരുന്നുണ്ട്. ഓരോ സിറ്റുവേഷനും നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ആ പ്രയാസം ഉണ്ടാകുമ്പോൾ റബ്ബ് ഇതിന്റെ സൊല്യൂഷൻ എന്താന്ന് റബ്ബിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്, അത് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഖുർആനിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അധ്യാപകരോടെ പലരിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ആ സൊല്യൂഷൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ ഓരോ മൊമെന്റിലും സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മള് പരാതിയുടെ ആൾക്കാർ അല്ലെ, നമ്മൾ പരാതിയുടെ ആൾക്കാർ. എന്നാ നമ്മൾ പഠിക്കുന്നോ ഭയങ്കര പഠിപ്പാ, നമ്മൾ ഭയങ്കര പഠിപ്പിസ്റ്റോളാ, സുബ്ഹാനല്ലാഹ്, ഭയങ്കര മാർക്ക് വാങ്ങല, സുബ്ഹാനല്ലാഹ്. ഈ മാർക്ക് നിങ്ങളെ ചിന്തക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കേട്ടോ. മാർക്കൊക്കെ വെറും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കാം, ഓക്കെ, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണ്. നമ്മൾ അവർ വന്നു കഴിഞ്ഞാൽ ബിരിയാണിക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കോ അതോ അത് ഇളക്കിയ കയ്യിലിനാണോ ഇമ്പോർട്ടൻസ്? നോക്ക്, ഈ കയ്യിൽ കണ്ടോ, ഇത് ഭയങ്കര സംഭവമാണ്, ഇത് അതാണോ നമ്മൾ പറയാ, അതോ ബിരിയാണിയാണോ നമ്മൾ കാണിക്കുക? നമുക്ക് ഔട്ട്പുട്ടാ വേണ്ടത് അല്ലേ? പക്ഷെ നമ്മളൊക്കെയും ഇപ്പോഴും ഈ കയ്യിൽ സ്റ്റക്കാണ്, ബിരിയാണീന്റെ മസാല ഇളക്കുന്ന കയ്യിൽ, അതായത് പരീക്ഷയും മാർക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റുപാടും ഒരുക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, തിരുത്താൻ വേണ്ടിയിട്ട്, ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട്, ക്ഷമ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ വീടിനകത്ത് തന്നെ ഇട്ടിട്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് പ്രയാസങ്ങൾ തന്നിട്ട് അതിലൊക്കെ നമ്മൾ റബ്ബിനോട് ചോദിക്കുക, റബ്ബ് നീ എന്താ എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ ലെസൺ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണേ, ആ ലെസൺ എനിക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റണേ. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്ന, ഈ കോൺഫ്ലിക്ട് മാനേജ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് പോലും അല്ലെ, ഒരു പക്ഷെ നമ്മൾ പലരും അള്ളാഹുവിന്റെ അടുത്ത് ചോദിച്ചതിനുള്ള ഉത്തരമായിരിക്കും, അള്ളാഹു പഠിപ്പിക്കുന്നതായിരിക്കും അല്ലെ. വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈവൻ സൂറത്ത് ഹുജറാത്തിൽ ഇതുപോലെയുള്ള വേറെ പല കോൺവെർസേഷൻസും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെടുത്ത്, പല മുസ്ലിങ്ങളെടുത്ത് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. അല്ലെ വിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗത്തിനല്ലേ, ശബ്ദത്തിന് മേലെ നിങ്ങൾ ശബ്ദം ഉയർത്തല്ലേ. അതുപോലെ പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. പല ബൗണ്ടറീസും പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾക്ക് ഒരുപാട് ബൗണ്ടറികൾ ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പം പാലിക്കേണ്ടതായിട്ട്. ആളുകളുടെ അടുത്ത് ഇങ്ങനെയാ സംസാരിക്കണ്ടേ. നമ്മളുമായിട്ട് ബന്ധങ്ങൾ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഓരോ സ്ഥലത്തും ഓരോ ബൗണ്ടറികൾ ഉണ്ട് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്, ഞാൻ സംസാരിച്ച്, പക്ഷെ എങ്ങനെ സംസാരിച്ച് ബൗണ്ടറി ഉണ്ട്, ഏത് രീതിയിൽ സംസാരിച്ച് ബൗണ്ടറി ഉണ്ട്, എന്താണ് അവിടെ മെയിൻ വികാരം, അവിടെയും നിയമങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ശരീഅ എന്ന് പറയുന്നത് എന്തിനു മഖാസിദു ശരീഅ നമ്മൾ പഠിച്ചതാണല്ലേ. ശരീഅത്തിന്റെ മഖ്സദുകൾ, ഉദ്ദേശങ്ങൾ എന്താണ്? ഓരോ വ്യക്തിയുടെയും പലതും സംരക്ഷിക്കപ്പെടുകയാണ് അല്ലെ. അവന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുകയാണ്, അവന്റെ ജീവൻ സംരക്ഷിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ പല ഡൂസും പല ഡോൺസും ഉണ്ട്. നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നതിലും ഇടപഴകുന്നതിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് കൽപ്പനകളുണ്ട്. അപ്പൊ നമ്മുടെ കോൺവെർസേഷൻ സ്റ്റൈൽ, ഇപ്പൊ നമ്മൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ മാനേജ്മെന്റ്, കോൺഫ്ലിക്ട് എന്താണെന്ന് മനസ്സിലാക്കി, കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി, യൂഷ്വലി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്യാറെന്നുള്ളത് മനസ്സിലാക്കി, ആ നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പിന്റെയും പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഇനി എങ്ങനെയാ കോൺഫ്ലിക്ട് മാനേജ് ചെയ്യേണ്ടത്, ഓഫ് കോഴ്സ് നമ്മൾ സംസാരിച്ചിട്ട് സോൾവ് ചെയ്യണം. പക്ഷെ ആ സോൾവ് ചെയ്യുന്നതിന് ചില രീതികളുണ്ട്, സംസാരത്തിന് ചില സ്റ്റൈലുകളുണ്ട്. ആ ഓരോ സ്റ്റൈലും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. റിഫ്ലക്ഷൻ സെഷൻ ഇൻഷാ അല്ലാഹ് തേഴ്സ്ഡേ ഓപ്പൺ ചെയ്യാറുണ്ട്. ആരൊക്കെ പറയാറുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കാറുമില്ല. പക്ഷെ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ പരമാവധി, അതായത്
നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇടുന്നത് പോലെ അത് പുറത്തേക്ക് വരുമ്പോഴാണ് അതിന് ശരിയായ ഒരു റിസൾട്ട് ഉണ്ടാവുന്നത്. നമ്മൾ വേറൊരാളെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പറഞ്ഞ് കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ചിന്തകളൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത് പഠിച്ച കാര്യത്തിൽ. ഓക്കെ, കാരണം നമ്മളെ ഉള്ളിലേക്ക് വെക്കാൻ നമുക്ക് ആരുടെയും സമ്മതമൊന്നും വേണ്ട. പക്ഷെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലായോ നമ്മൾ ചിന്തിക്കും. അതിന്റെ ആ പോയിന്റ് ക്ലിയർ ആയോ, ഈ പോയിന്റ് ക്ലിയർ ആയോ നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ വെച്ചിട്ടുള്ളത്. തഫ്സീറിലും ഇതിലും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ നമ്മളെ അടുത്തുനിന്നും. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا اجعلنا مقيم الصلاة ومن ذريتنا ربنا تقبل دعاء. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.